പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രദീപ് അവറുകളാണ്. സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നുപോയി സുദീർഘമായ വർഷം കർത്താവിന്റെ വേലയിൽ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവഭൃത്യൻ അനുഗ്രഹിക്കപ്പെട്ട നിരവധി ശുശ്രൂഷകൾ ചെയ്യുവാൻ, ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവമനുഷ്യന്റെ നല്ല അനുഭവങ്ങൾ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രദീപ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദൈവദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പാസ്റ്റർ പ്രദീപ്. ഞാൻ തമിഴ്നാട്ടിലെ രാജപാളയത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് കഴിഞ്ഞ 22 വർഷമായിട്ട് അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഭാര്യ സാറാൾ നവറോജി, മകൾ കാത്തറിൻ, മകൻ ജോയൽ. ഇതാണ് എൻ്റെ കുടുംബം. ഓക്കെ, കർത്താവിന്റെ ദാസന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മാതാപിതാക്കന്മാരെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച് ഒരു വാക്കിൽ പരിചയപ്പെടുത്തിയ ശേഷം ദൈവം നടത്തിയ നാൾ വഴികളിലൂടെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാം. എൻ്റെ സ്വദേശം കൊട്ടാരക്കര, കൊല്ലം ജില്ലയില് വെളിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് അച്ഛന്, അമ്മ മരിച്ചുപോയി. 2 സഹോദരങ്ങളുണ്ട്, ഒരു സഹോദരനെ, ഒരു സഹോദരി. ഇതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. അരോമ ടിവിയിലുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട് കൊല്ലം ജില്ലയില് കൊട്ടാരക്കര താലൂക്കിൽ വെളിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് കൊല്ലം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനമുള്ള ഉണ്ട്. കാരണം ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് അനേക അഭിഷിക്തന്മാര്, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരി പേര് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവിടുന്ന് ഒരു കർത്താവിന്റെ വേലക്കാരനാവാൻ ലഭിച്ച വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർന്നുകൊണ്ട് എനിക്ക് ക്ഷേത്രവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തില് വളരെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോവുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ആ ക്ഷേത്രങ്ങളുടെ ബന്ധത്തിലൊക്കെ ഞാൻ വളരാൻ നോക്കുന്ന ഇടയായിത്തീരുന്നെങ്കിൽ തന്നെയും എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കുട്ടിക്കാലത്തിൽ വളരെ രോഗിയായിരുന്നു ഞാൻ. രോഗത്താൽ വളരെ ഭാരപ്പെട്ടു. എനിക്ക് ചെറുപ്രായം മുതൽ ആസ്മ രോഗം ഉണ്ടായി. അതിനൊക്കെ റിലീഫ് കിട്ടാൻ വളരെ ഞാൻ പ്രയാസപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ദുഃഖം നിറഞ്ഞൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ കുറിച്ച് വളരെ കഷ്ടപ്പെട്ടു. എങ്കിൽ തന്നെ വളരെ സ്നേഹത്തോടെയാണ് ഞാൻ വളർത്തിയത്. എൻ്റെ സാക്ഷ്യം ഞാൻ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ബൈബിളിൽ നിന്നൊരു വാക്യം എനിക്ക് വരുവാണ്, എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 16:20 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ കരഞ്ഞു വിലപിക്കുമെങ്കിലും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എൻ്റെ ജീവിതത്തിലെ ഇന്ന് വരേക്കും എനിക്ക് ബൈബിളിൽ നിന്ന് എടുത്തു കാണിക്കാനും പറ്റുന്ന ഒരു വാക്യമാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ സ്വാധീനിക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ എവിടെല്ലാം പോയിട്ടുണ്ടോ, ഞാൻ ആരെല്ലാം കണ്ടിട്ടുണ്ടോ, ഇവിടൊക്കെ എല്ലാം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ദുഃഖത്തിലായിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ യേശുമാ കർത്താവിന് മാത്രമേ കഴിയൂ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വളരെ
അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്തില് ഞാൻ രോഗിയായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിൽ തന്നെയും കുറച്ചുനാൾ രോഗം വരും, പിന്നെയും മാറും. ഇങ്ങനെ ഇരുന്ന സാഹചര്യങ്ങളില് എൻ്റെ പിതാവ് ഒരു ഗവൺമെന്റ് സ്റ്റാഫായിരുന്നു, ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു വരുമാനമൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ ജീവിച്ചെങ്കിൽ തന്നെയും പെട്ടെന്ന് എൻ്റെ പിതാവിന്റെ ജീവിതത്തില് ഒരു മദ്യപാന സ്വഭാവം കടന്നു വരികയും ഞങ്ങളുടെ കുടുംബജീവിതത്തില് മാതാപിതാക്കളുടെ ആ സഹോദരങ്ങളുടെ ആ സ്നേഹത്തിൽ നിന്ന് എൻ്റെ പിതാവ് വളരെ മദ്യപിക്കുമ്പോൾ മാത്രം ഞങ്ങളുടെ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ച എനിക്ക് രോഗവും മാനസിക പ്രയാസവും അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം തകർന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അച്ഛനും ഞങ്ങള് എൻ്റെ സഹോദരിയും ഞാനും അടങ്ങുന്ന കുടുംബമായിട്ട് അമ്മയെ പിരിഞ്ഞൊക്കെ ജീവിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖത്തോടെ ഇരിക്കുന്ന അവസ്ഥകളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോവുമെങ്കിൽ തന്നെയും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് സന്തോഷം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തില് നോക്കുമ്പോൾ വളരെ ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ടായിരുന്നു. ആ ദേശത്തില് എനിക്ക് എൻ്റെ മറ്റു സഹോദരങ്ങൾ, ബന്ധുക്കളൊക്കെ എന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ തന്നെയും ഞാനതിൽ നിന്ന് അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും എൻ്റെ മാതാവ് തിരിച്ചു വരികയും എൻ്റെ പിതാവൊക്കെ ആയിട്ട് മറ്റു സ്ഥലത്ത് താമസിക്കുകയുണ്ടായി. എങ്കിൽ തന്നെ എൻ്റെ പിതാവിന്റെ മദ്യപാനത്തിനൊരു കുറവുമില്ലായിരുന്നു. മദ്യപിക്കാത്ത സമയത്ത് ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും. മദ്യപിക്കുമ്പോൾ വളരെ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ മാനസികമായിട്ട് തകർന്നുകൊണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടി. അവിടെ നിന്ന് എൻ്റെ ജീവിതത്തില് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒന്നുകിൽ എൻ്റെ വീട് വിട്ടു പോകണം, അല്ലെങ്കിൽ മരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. വളരെ ബുദ്ധിയുള്ള, പഠിക്കാൻ മിടുക്കനായിരുന്ന എൻ്റെ ജീവിതത്തിൽ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ബുദ്ധിമണ്ഡലങ്ങളൊന്നും കൂടുതലും മറന്നു പോകുന്ന ഒരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ, ഇങ്ങോട്ട് പോകുന്ന അറിയാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിക്കുന്ന അവസ്ഥ, ആരോടും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ, സംസാരിച്ചാൽ മനസ്സിലാവാത്ത അവസ്ഥ, ഇങ്ങനെ വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ഭാരത്തോടെ എൻ്റെ ഇങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്ന 10 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെല്ലാവരും സേവിക്കുന്ന ദൈവങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഈ കുടുംബ വിഷയത്തിലെ പ്രശ്നങ്ങൾക്ക് മാറ്റാൻ കഴിയത്തില്ലല്ലോ എന്ന് ഭാരപ്പെട്ട് ഞാൻ ഇങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കോളേജിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടി. 10ാം ക്ലാസ് പാസ്സായ ശേഷം ചാത്തന്നൂർ SN കോളേജില് പഠിക്കാൻ വേണ്ടി കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില കൂട്ടുകാരെ കണ്ടു. പല വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴേ ഒരു ദിവസം ഞാൻ വീട്ടിലെ വളരെ ദുഃഖത്തോടെ, ഭാരത്തോടെ വീട്ടിൽ നിന്ന് കടന്നുപോയിട്ട് ആ സുഹൃത്തുക്കളെ കണ്ടപ്പോഴേ അവരെന്നോട് പറഞ്ഞു, മധ്യാഹ്ന സമയമാകുമ്പോൾ ഇവിടെ അടുത്തൊരു ഒരു പറങ്കാവിന്റെ തോട്ടമുണ്ട്, അവിടെ നീ വരണം. അവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് വ്യത്യസ്തമായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരെന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴേ ഞാൻ അവിടെ ചെന്നപ്പോഴേ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് റൗണ്ടായിട്ടിരിക്കുന്നു. അവരൊക്കെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പാണല്ലോ.
അവരൊക്കെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അവര് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ണ് തുറന്ന് അവരെ നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. അവര് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മധ്യാഹ്നം ആകുമ്പോൾ എല്ലാ ദിവസവും എന്നോട് എന്നെ വിളിക്കും. ഞാൻ ആ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. മറ്റുള്ള സുഹൃത്തുക്കളെ പോലെ, മറ്റുള്ളവരെ പോലെ അവര് സംസാരിക്കുന്നില്ല. മറ്റുള്ളവരെ പോലെ അവരുടെ ജീവിത രീതി അല്ല. മറ്റുള്ള കുട്ടികൾ മറ്റ് മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ നന്നായി സംസാരിക്കുന്നു, ഇവർ നന്നായിട്ട് ഇടപെടുന്നു. ഞാൻ അതിന്റെ കാരണം തിരക്കി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നന്നായിട്ട് മറ്റുള്ളവരെ പോലെ വസ്ത്രം ധരിക്കുന്നില്ല, മറ്റുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുന്നില്ല? ഞാൻ മോശമായിട്ട് സംസാരിച്ചാൽ പോലും നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്നത് വളരെ നന്നായിട്ടാണല്ലോ. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ അകത്ത് യേശു ഉണ്ടെന്ന് പറഞ്ഞു. നീ ഇങ്ങനെ മുഖത്ത് വിഷണ്ണനായിരിക്കേണ്ട കാര്യമില്ല, നിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാനത് തമാശയായിട്ട് എടുത്തെങ്കിൽ തന്നെയും ഞാൻ ചില ദിവസങ്ങളോളം അവരെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ സന്തോഷമുള്ളവരാണ് അവർ. അതിൽ ഒരു പാസ്റ്ററുടെ മകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാസ്റ്റർ പേര് മാധവൻകുട്ടി. അദ്ദേഹം ഇന്ന് കൊല്ലം ജില്ലയില് കുമ്മല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഗിറ്റാർ വായിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് നീ വരണം എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ആ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാസ്റ്റർ എന്നെ പരിചയപ്പെട്ടതിന് ശേഷം അപ്പുറത്തെ റൂമിലോട്ട് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാടാ രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിൽ നടക്കുന്ന എന്താടാ എന്ന് ചോദിച്ച് പാസ്റ്റർ മകനെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി. അന്നേരം എന്താണ് ഈ രക്ഷിക്കപ്പെടുന്നത്, ഈ രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിൽ നടക്കുന്നല്ലോ, ഞാൻ അത്ര മോശമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പാസ്റ്ററോട് ദേഷ്യപ്പെട്ടു. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയിട്ട് എന്റെ കൂടെയുള്ള മറ്റ് ക്രൈസ്തവ സഹോദരന്മാരോട് ചോദിച്ചു, ചേട്ടാ എന്താണ് രക്ഷിക്കപ്പെടുന്നത്, എനിക്കും അത് വേണമെന്ന് പറഞ്ഞു. അന്നേരം അവര് യേശുക്രിസ്തുവിനെ കുറിച്ചും രക്ഷയെക്കുറിച്ചും പറഞ്ഞു തന്നു. നീ യേശു എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ യേശു നിന്റെ അകത്ത് വരും, നിന്റെ ദുഃഖമെല്ലാം സന്തോഷമായി മാറും, വലിയ സമാധാനം നിനക്ക് കിട്ടും എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി എൻ്റെ പിതാവ് മദ്യപാനത്തിൽ കൂടെ മദ്യപിച്ചുകൊണ്ട് എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കുകയും ഞാൻ അന്നേരം അത് പിതാവിനെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മനസ്സ് തകർന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിച്ചു. പിറ്റേ ദിവസം അവിടുന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇന്ന് ഞാൻ മരിക്കണം, എനിക്ക് മരിക്കണം, ഇന്ന് ഞാൻ എവിടെയെങ്കിലും മരിക്കണം. കൊല്ലത്ത് ഒരു വലിയ കടലുണ്ട്, അവിടെ പോയി ചാടി മരിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വന്നു. ഞാൻ അനേക ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അനേക ദൈവങ്ങളെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തില് അടുത്തൊരു വലിയ ക്ഷേത്രമുണ്ട്, അവിടത്തേക്ക് പൂ കൊണ്ടുപോകുന്നത് ഞാനായിരുന്നു. എൻ്റെ വീട്ടിലെ പൂ ഉണ്ടായിരുന്നു, തെച്ചിപ്പൂ, പല പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പല പൂക്കളുണ്ടായിരുന്നു. അത് ഇങ്ങനെ കൊണ്ടുപോകും ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വളരെ ദൈവികപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് എന്നെ രക്ഷിക്കാൻ, എൻ്റെ ഈ തീരുമാനം എന്നെ മാറ്റിക്കളയുവാൻ, രക്ഷിക്കാൻ, എൻ്റെ പ്രശ്നത്തിന് ഇടപെടുവാൻ വേണ്ടിയിട്ട് ആരുമില്ലയോ എന്നിങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഏതെങ്കിലും ഒരു ദൈവം എന്നെ വിടുവിക്കുന്നെങ്കിൽ ഈ മരണത്തിൽ നിന്ന്, ഈ സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, കുടുംബ സമാധാനത്തോടെ ഇല്ലാതെ ജീവിക്കുന്ന ഈ അവസ്ഥ തന്നെ വിടുവിക്കാൻ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ അയക്കണം എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരാൾ സൈക്കിളിൽ എനിക്കെതിരായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത്, റോങ് സൈഡിലാണ് അദ്ദേഹം ഇറങ്ങി എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വിട്ടു വന്നു. ഞാൻ നോക്കിയപ്പോൾ നല്ല വെള്ള ഷർട്ടിട്ട്, നല്ല വെള്ള വസ്ത്രം കൊടുത്ത, എനിക്കറിയാവുന്ന എൻ്റെ അച്ഛൻ്റെ കൂടെ പഠിച്ച തോമാച്ചൻ എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കമ്പൗണ്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു അങ്കിൾ കടന്നു വന്നിട്ട് എൻ്റെ അടുത്ത് സൈക്കിളിൽ ഇറങ്ങിയിട്ട് വന്ന്, നിന്റെ മുഖം, എൻ്റെ അച്ഛൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്,
ഭാസ്കരനെ പോലെ ഇരിക്കുന്നല്ലോ, നീ ഭാസ്കരന്റെ മകനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞപ്പോൾ, നീ എന്താ മുഖം വല്ലാതിരിക്കുന്നത്, നീ വളരെ വിഷമിച്ച് പോവുകയാണല്ലോ, നീ കരയുന്നവല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ കുടുംബത്തിൽ പല സമാധാനമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പെട്ടെന്നൊരു ഒരു ഉദാഹരണമായിട്ടൊരു കഥ എന്നോട് പറയുക. പറഞ്ഞു, നീ വലിയ നീ ചേമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ചേമ്പെന്ന് പറഞ്ഞൊരു സസ്യമുണ്ട്, അതിന്റെ തണ്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരിക്കും, ഇല നോക്കിക്കഴിഞ്ഞാൽ കുട പോലെ ഇരിക്കും. അതിന്റെ അടുത്ത് നീ അത് നിൽക്കുന്ന സ്ഥലം നോക്ക്, വലിയ മാവിന്റെ ചുവട്ടിലായിരിക്കും അത് നിൽക്കുന്നത്. ആ മാവിന്റെ ചുവട്ടിൽ നിന്നാലും വലിയ മഴയും കാറ്റൊക്കെ വരുമ്പോൾ വലിയ മാവിന്റെ കമ്പെല്ലാം ഒടിഞ്ഞു പോകും. പക്ഷേ ഈ ചേമ്പെന്ന് പറഞ്ഞ സസ്യത്തിന് കുട പോലെ നിന്നാലും എത്ര വെള്ളം വീണാലും ആ വെള്ളമെല്ലാം തട്ടിക്കളഞ്ഞ് അവസാനം നോക്കുമ്പോൾ അത് അതിന്റെ ഇലകൾ നനയാതെ നന്നായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. കാരണം അതിന് ദൈവം അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ലേപം കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ദൈവമക്കൾ. ഈ ലോകത്തിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും മക്കൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു ഒരു ലേപം പോലെയാണ് യേശു എന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈ യേശു സമാധാനം തരും എന്നൊക്കെ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എനിക്കറിയാവുന്ന ഒരു പാസ്റ്റർ ഇവിടെ അടുത്തുണ്ട്, 5 കിലോമീറ്റർ അടുത്തൊരു പാസ്റ്റർ ഉണ്ട്, എനിക്കറിയാം, ഞാൻ അവിടെ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ആ അങ്കിൾ എന്നെ, തോമാച്ചനെ അങ്കിൾ എന്നെ മറ്റൊരു ദൈവദാസനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ പോൾ ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോൾ പോൾ ചന്ദ്രൻ, അത് എനിക്ക് മനസ്സിലായി ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന നായർ സമുദായത്തിൽ നിന്ന് വന്ന ഒരു ദേവദാസന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് ഞാൻ അവിടെ താമസിച്ചു. അവിടെ വെച്ച് ഞാൻ അന്ന് രാത്രി ഞാൻ യേശുവെ എന്റെ പാപങ്ങൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. വളരെ നാളുകളായി ഉറങ്ങാത്ത, വളരെ നാളുകളായി രോഗത്തിലായിരിക്കുന്ന, ആസ്മാരോഗമായിരിക്കുന്ന, അതിനിടയിൽ എൻ്റെ കണ്ണിനകത്തൊരു രോഗമുണ്ടായി. എപ്പോഴും നീരിങ്ങനെ വടിഞ്ഞുകൊണ്ടിരിക്കും, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, വേദനയോട് ഒഴുകിക്കൊണ്ടിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്ന് രാത്രിയില് ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അന്ന് രാത്രിയില് ദൈവം എന്നെ സൗഖ്യമാക്കി. അനേക ദിവസങ്ങളിൽ ഉറങ്ങാത്ത എനിക്ക് ഒന്ന് ഉറക്കം ലഭിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തില് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴെ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം, ഇതുവരെ ഇല്ലാത്ത ഒരു ദൈവിക അനുഭവം, ഒരു സമാധാനം എനിക്കുണ്ടായി. ഞാൻ കരയാൻ ശ്രമിച്ചൊക്കെ നോക്കിയെങ്കിലും പറ്റിയില്ല. അന്ന് വരെ ഇല്ലാത്ത വ്യത്യസ്തമായ ഒരു ആത്മീയ സന്തോഷത്തിലേക്ക് എന്നെ നടത്തി. അന്ന് ഞാൻ മനസ്സിലാക്കി, യേശുവിന് ഇത്രയും സമാധാനം കൊടുക്കാൻ പറ്റുമോ, ഇത്രയും സന്തോഷം കൊടുക്കാൻ പറ്റുമോ എങ്കിൽ എനിക്ക് യേശുവിന് വേണം, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് അന്ന് രാത്രി ഞാൻ തീരുമാനമെടുത്തു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. സ്തോത്രം. അങ്ങനെ എൻ്റെ ജീവിതത്തില് യേശു കടന്നു വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഭവനത്തില് പാസ്റ്റർ പോൾ ചന്ദ്രൻ, പാസ്റ്റർ മമ്മി ലീല പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞ 2 വ്യക്തികൾ, അവരെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് ഉണ്ടാകുന്ന 3 മക്കളുണ്ടായിരുന്നു. അവരുടെ 3 മക്കളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി ഒരു മൂത്ത മകനെ പോലെ അവരെന്നെ കരുതി. 3-4 വർഷങ്ങൾ ഞാൻ അവരുടെ ഭവനത്തില് താമസിക്കുകയും പഠിക്കുകയും, അത് മാത്രമല്ല എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ചില കഴിവുകളുണ്ടായിരുന്നു. ആ കഴിവുകൾ, എനിക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ കഴിവുണ്ടായിരുന്നു. അവര് പത്രദാസൻ സ്വന്തമായിട്ടൊരു മ്യൂസിക് ടീം ഉണ്ടായിരുന്നു. ഈ മ്യൂസിക് ടീമില് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാനെ, സുവിശേഷ യോഗങ്ങൾക്ക് കടന്നു പോകാനെ, ഓപ്പൺ എയറിന് പോകാനൊക്കെ അവര് കടന്നു പോകുമായിരുന്നു. ആ പ്രവർത്തനങ്ങളിൽ ഞാനും കൂടെ കടന്നുപോയി. രക്ഷിക്കപ്പെട്ടതിന്റെ 1 മാസത്തിനുള്ളിൽ ഒന്നും അറിയാതെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു. അത് എൻ്റെ ജീവിതത്തിൽ വലിയ മറക്കാനാവാത്ത സംഭവമാണ്. അങ്ങനെ ഞാൻ ആ ടീമിൽ കടന്നു പോവുകയും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയും, തബല, കോങ്കോ ഡ്രം, പിന്നെ ഡ്രംസെറ്റ്, മാനുവൽ ഡ്രം, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാനെ കേരളത്തിലെ പല ജില്ലകളിലും കടന്നു പോയിട്ട് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് കടന്നു പോവുകയും സുവിശേഷത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കുകയും യേശുവിനെ ഉയർത്താൻ വേണ്ടി കടന്നുപോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരുപാട്
കർത്തൃദാസന്മാരോടുകൂടെ ഉള്ള പരിചയം ലഭിച്ച എനിക്ക് അവരിൽ കൂടെ ദൈവജനം കേൾക്കാൻ പറ്റി. അന്ന് അവര് ബ്രദറൻ സമൂഹത്തിലുള്ള ആളുകളായിരുന്നു. അവിടെയുള്ള വലിയ വലിയ ദൈവദാസന്മാർ ഞാൻ ഏറ്റവും ചെറുപ്പമായതുകൊണ്ട് അവർ എന്നോട് വളരെ സ്നേഹത്തോടെ ഇടപെടുകയും അവര് ആത്മീയ കാര്യങ്ങൾക്ക് പറഞ്ഞു തരികയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഭാഗ്യമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും അന്നത്തെ കാലത്തിലുള്ള ദൈവദാസന്മാരിൽ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കർത്തദാസന്മാര് തിരുവട്ട കൃഷ്ണൻകുട്ടി അച്ചാൻ, അതുപോലെ അബ്രഹാം ചെമ്പോല, ഇങ്ങനെയുള്ള വലിയ വലിയ ദൈവദാസന്മാര്, ലാസബി മാത്യു, ഇങ്ങനെയുള്ള കർത്തദാസന്മാരോടുകൂടൊക്കെ അവരുടെ പ്രോഗ്രാമുകളിൽ ഇൻഷുറൻസ് വായിക്കുവാനെ, പാടുവാനൊക്കെയും സാക്ഷ്യം പറയുവാനൊക്കെ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അങ്ങനെ ആ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തൃ വേലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ദൈവം എന്നോട് സംസാരിച്ചു. നീ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നിന്റെ ജീവിതത്തില് പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിൽ തന്നെ നീ എന്നോട് ദൈവം ചില വാക്യങ്ങളോട് ഇടപെട്ടു. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും കടന്നു പോകണമെന്ന് വളരെ ആഗ്രഹിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് 3-4 വർഷങ്ങളിൽ ഈ മ്യൂസിക് ടീമുകളുടെ ബന്ധത്തില് പല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പലയിടങ്ങളിലും പോയിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ അവസരം ലഭിച്ചു. അപ്പോൾ എനിക്ക് വേദവസ്തുതയെ കുറിച്ച് ഒന്നും അറിയത്തില്ല, സംഖ്യാൻ അറിയത്തില്ല, എനിക്ക് ഇൻഷുറൻസ് വായിക്കാൻ അറിയാം, അല്പം പാടുകയും ചെയ്യും, ഇത്രയും അറിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും പിന്നെ ഏത് ജോലി ചെയ്താലും അത് ശരിയാകത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന ജോലി ഇങ്ങനെയുള്ളതല്ല. എൻ്റെ അപ്പൻ എന്നെ ഒരു എഞ്ചിനീയർ ആകാൻ വേണ്ടി പഠിപ്പിച്ചു, എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനേക്കാൾ താല്പര്യം കർത്താവിന്റെ വേലയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ദൈവം ഒരു രാത്രിയില് ചില ദർശനങ്ങൾ മുഖാന്തരം ഇടപെട്ടു. ഒരു വയൽ പ്രദേശത്ത് ഞാൻ പോകുന്നത്, അധ്വാനിക്കുന്നത്, ഞാൻ അവിടെ വിത്ത് വിതയ്ക്കുന്നതും ഞാറെടുക്കുന്നതും അറുത്തുകൊണ്ട് പോകുന്നതും കൊയ്തുകൊണ്ട് പോകുന്നതും ഒക്കെയുള്ള പല ദർശനങ്ങൾ ആ ദൈവം എന്നോട് ഇടപെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവനാണ്, കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എങ്ങനെ പോകും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വീണ്ടും ഞാൻ പാസ്റ്ററോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം എന്നെ ഒരു ബൈബിൾ കോളേജിൽ, തമിഴ്നാട്ടിലും ഉള്ള ബൈബിൾ കോളേജിൽ അയച്ചു. അതിനുശേഷം അതിന്റെ ബ്രാഞ്ച് ആയിരിക്കുന്ന രാജസ്ഥാനിലുള്ള ഡോക്ടർ M.A. തോമസ് അവരുടെ ഇമ്മാനുവൽ ബൈബിൾ കോളേജിൽ എൻ്റെ പഠനം പൂർത്തിയാക്കി. അവിടുന്ന് തിരിച്ചു വന്ന് നാട്ടിലേക്ക് വന്ന് അവിടെയൊക്കെ പഠിക്കാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചു. വളരെ പ്രതിസന്ധികൾ കൂടെയും പ്രയാസങ്ങൾ കൂടെയൊക്കെ കടന്നു പോയെങ്കിൽ തന്നെയും ദൈവം എനിക്ക് പകർന്ന സന്തോഷം എൻ്റെ ഹൃദയത്തിൽ വളരെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് പകർന്ന സന്തോഷം മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു കൊടുക്കണം, യേശുവിനെ ഉയർത്തണം എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കടന്നു വന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സന്തോഷം കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോഴുള്ള സന്തോഷം ഏറ്റവും വളരെ വലിയ സന്തോഷമാണ് എന്ന് മനസ്സിലായി. ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ, 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ കൂടെ എൻ്റെ തൊട്ടടുത്തിരുന്ന പഠിച്ച തോമസ് കുട്ടി എന്ന് പറഞ്ഞൊരു എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. നേരെ പെൺകുട്ടികളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഓപ്പോസിറ്റില് മേഴ്സി മാത്യു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തിലെ മറ്റു കുട്ടികളെ പോലെയല്ല, അവർക്കൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ നോക്കിയപ്പോൾ അവര് തിങ്കളാഴ്ച വരുമ്പോൾ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വരും, വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരും. കാരണം ഞായറാഴ്ച പള്ളിയിൽ ഇട്ടുകൊണ്ട് പോയതിന്റെ വസ്ത്രങ്ങളാണ്. അപ്പൊ മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, ഞങ്ങളെല്ലാവരും മുഷിഞ്ഞ വസ്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഈ കുഞ്ഞുങ്ങളിൽ എന്തോ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരുവന്റെ വ്യത്യസ്തത ഒരു ക്രിസ്തീയ ഭവനത്തിൽ, യേശുവിനെ അറിയുന്ന ഒരു ക്രിസ്തീയ ഭവനത്തിൽ നിന്ന് കടന്നു പോകുന്ന വ്യക്തിക്കകത്ത് ഒരു വ്യത്യസ്തമായിരിക്കും. അത് ദൈവത്താൽ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തതയാണെന്ന് മനസ്സിലായി. അങ്ങനെ
ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ സ്വദേശത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ സ്വദേശത്ത് കടന്നു ചെന്നപ്പോൾ ഞാൻ എന്റെ വീട്ടിനടുത്തുള്ള പുയ്യപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ IPC സഭയുടെ ബന്ധത്തിൽ വർഷങ്ങളായിട്ട് ഞങ്ങളവിടെ പോവുകയും ആ സഭയുടെ ബന്ധത്തിൽ അവിടെ മെമ്പറായിട്ട് ഇരിക്കുകയാണ്. അവിടെ ചെല്ലുകയും അവിടെ ആത്മീയമായിട്ടുള്ള കൂട്ടായ്മ കടന്നു ചെന്നപ്പോൾ ഈ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒന്നൊരു പാസ്റ്ററായി ഇന്ന് കർത്താവിന്റെ വേലയിൽ വന്ന് ഇരിക്കുന്നത് കാണാൻ ഇടയായിത്തീരുന്നു. അപ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. എന്നോട് കൂടെ പഠിച്ചവർ, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും യേശുവിനെ അറിയുന്നവരായിട്ട് കണ്ടുമുട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷം കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ നാട്ടിലേക്ക് മടങ്ങി വന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴേ പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു കുട്ടികളെ നടത്തുന്ന ഒരു സ്ഥാപനം നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടണം, കെയർ സെന്റർ പോലെ ആരംഭിക്കണം എന്ന് പറഞ്ഞ് ഒരു കെയർ സെന്റർ ആരംഭിച്ചു. അവിടെ ഞാൻ കടന്നു ചെന്നിട്ട് വനത്തിൽ താമസിക്കുന്ന റോസ്മല എന്ന് പറഞ്ഞ ഒരു വനപ്രദേശമുണ്ട്. അവിടുന്ന് ഒരുപാട് കുട്ടികൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ 13 കിലോമീറ്റർ ഉൾവനത്തിൽ കൂടെ കാട്ടിൽ കൂടെ നടന്നു പോകണം. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കടന്നു പോകേണ്ട ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഈ ശുശ്രൂഷ ഏറ്റെടുത്തപ്പോഴേ പെട്ടെന്ന് ദൈവം എനിക്ക് ഇത് കുട്ടികളെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധി തന്നു. അവരെയൊക്കെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു തമിഴ്നാട്ടിൽ, അദ്ദേഹം എൻ്റെ പാസ്റ്റർ ആണെങ്കിൽ ഒരു തിയോളജിക്കൽ ടീച്ചറും കൂടെയാണ്. എൻ്റെ പാസ്റ്റർ തമിഴ്നാട്ടിലെ ഒരു ബൈബിൾ കോളേജിലെ തിയോളജി പഠിപ്പിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ ആ കോളേജിലെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവരുടെ ഫാമിലി എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതുപോലൊരു ഫാമിലി ഉണ്ട്, അവർ തമിഴ്നാട്ടിലാണ് ശുശ്രൂഷിക്കുന്നത്, ഒരു തമിഴാണ്, എങ്കിൽ തന്നെ മലയാളവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1996 തമിഴ്നാട്ടിൽ കടന്നു ചെന്നു. ഇങ്ങനെ 96 ജൂൺ മാസത്തിലെ ആ സഹോദരിയെ കണ്ടിട്ട് ഞങ്ങൾ വിവാഹിതരായി. അങ്ങനെ 96 വർഷത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ സഹോദരി വളരെ അനുഗ്രഹിക്കപ്പെട്ട വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വളരെ സുവിശേഷ വേലയ്ക്ക് നല്ലൊരു ദൈവദാസന്റെ മകളായിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഒരു ബാക്ക് ബോണായിട്ട് അല്ലെങ്കിൽ എന്നെ വളരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്, അതുപോലെ എൻ്റെ മക്കൾ. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങള് കേരളത്തില് ആ കെയർ സെന്റർ 2 വർഷം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവര് അന്യഭാഷ പറയുന്നവരല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചൊന്നും അവർക്കറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഓർഫനേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ചർച്ചിലുള്ള പാസ്റ്റർമാരെ, 1-2 ദൈവദാസന്മാരെ ഈ കുട്ടികളെ കാണാൻ കടന്നു വന്നു 2 വർഷത്തിന് ശേഷം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, കുട്ടികളെ നോക്കാനാണോ അങ്ങ് സുവിശേഷ വേലയാണോ? എനിക്ക് സുവിശേഷ വേല ചെയ്യണം, ആത്മാക്കളെ നേടണം എന്നുള്ള ഒരു വലിയ വാഞ്ച എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. കാരണം ആത്മാക്കളെ നേടുന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ വലിയ പ്രതിഫലം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിനകത്ത് കടന്നു വന്ന് ഇത് ആത്മാക്കളെ നേടണം, അതിന് എന്ത് ചെയ്യണം, അതുകൊണ്ട് ദൈവം എനിക്ക് വഴി തുറക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവദാസന്മാർ കടന്നു വന്നിട്ട് വീട്ടിൽ അവിടെ എൻ്റെ ഓഫീസിൽ കടന്നു വരികയും എനിക്ക് പോകാൻ നേരത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട മുതൽ അന്ന് വരെയുള്ള സംഭവങ്ങളെല്ലാം പ്രാർത്ഥനയിൽ അവർ പറയുകയുണ്ടായി. അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരുന്നു.
പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളോട് പ്രാർത്ഥനയോട് പറയുമായിരുന്നു. പ്രവചനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരിക്കലും പ്രവചനം കേട്ടിട്ടില്ല. കാരണം ഞങ്ങൾ ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അറിയാമെങ്കിൽ തന്നെയും ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഞാൻ വളരെ ഞെട്ടിപ്പോയി. ഇതെന്താണ് ഇങ്ങനെ? എന്റെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച്, ഇനിയും നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നല്ലോ, ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ഈ പ്രാർത്ഥന കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ. ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, പ്രവചനം ഉണ്ടല്ലോ എന്തൊക്കെ അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ അവർ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ അന്നേരം ഒരുപാട് സ്ട്രഗിൾ കൂടെ കടന്നുപോയി. എന്താണ്, ഏത് സുവിശേഷ വേല എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ വളരെ അറിയാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനം ഇതില്ല, നിങ്ങൾക്ക് ആത്മാക്കൾ നേടുന്ന ശുശ്രൂഷയാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവർ മടങ്ങിപ്പോയി. അന്ന് പകൽക്കാലം എന്റെ ഹൃദയത്തിനകത്തൊരു ഒരു തീരുമാനം, ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ, ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാ ഉണ്ടെങ്കിൽ അത് എനിക്കും വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അവർ പറഞ്ഞ അവർ അഡ്രസ്സൊക്കെ പറഞ്ഞു. ആ ആഴ്ചയിൽ, ആ മാസത്തില് അവസാനത്തില് സ്കൂളിൽ ഒക്കെ അവധി, മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുന്ന സമയമായിരുന്നു. ഞാനും എൻ്റെ വൈഫും കൂടെ തീരുമാനിച്ചു, സ്കൂൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾ ഇവരുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് സ്കൂൾ എൻ്റെ അവധി കടന്നു വന്നപ്പോഴേ ഞങ്ങൾ ആ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിന്റെ ഞങ്ങളുടെ പാസ്റ്ററെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് സംസാരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോകുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി സഭാ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അവരോട് പറയുണ്ടായി. അപ്പോൾ പാസ്റ്റർക്ക് വളരെ വിഷമമുണ്ടായി, പാസ്റ്റർ മമ്മിക്ക് പ്രയാസമുണ്ടായി. എങ്കിലും അവര് എന്നെ എതിർത്തില്ല. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, ദൈവം അങ്ങനെ സംസാരിച്ചെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ കടന്നു വന്ന ദേവദാസന്മാരുടെ സ്ഥലം അന്വേഷിച്ച് നടന്നുപോയി. അവിടെ ചെന്ന് ബസ് ഇറങ്ങി ഒരുപാട് യാത്ര ചെയ്ത് അവരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉപവാസ പ്രാർത്ഥനയിൽ ഒരുപാട് പേര് ഇരുന്ന് ഉപവസിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ അന്യഭാഷ പറയുകയും പ്രവചനങ്ങൾ പറയുകയും വെളിപ്പാടുകൾ പറയുകയും വളരെ ശക്തമേറിയ, ആർക്കും ഡോക്ടർമാർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കിത് വേണമെന്നുള്ള വാഞ്ചയുണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ വളരെ എന്നെ ചലഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ നോക്കിയപ്പോൾ എന്നേക്കാൾ വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് പാസ്റ്റർമാര്, എന്നേക്കാൾ വിദ്യാഭ്യാസം കുറവുള്ളവരെ, സാമ്പത്തികം കുറവുള്ളവരെ, ഒരുപാട് വളരെ കഷ്ടതയിൽ അനുഭവിക്കുന്നവരൊക്കെ എന്നേക്കാൾ ഞാനും മറ്റുള്ള ഒരു ഭാഷയുള്ള ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജ് പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാം എന്നുള്ള വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ നോക്കിയപ്പോൾ എന്നേക്കാൾ എനിക്ക് ആരുടെയും ഭാവിയെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല, രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുന്നില്ല. പക്ഷെ ഇവര് കൈവയ്ക്കുമ്പോൾ അനേക രോഗികൾ സൗഖ്യമാകുന്നു, അനേകരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഉപവസിക്കാനും പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഉപവാസം പ്രാർത്ഥന എനിക്കറിയില്ല, കാരണം ഞങ്ങളുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന ഉച്ചവരെ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. 1 മണിയാകുമ്പോൾ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്ക് തീരും. 1 മണിയാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത പരവേശമാണ്. അതുകൊണ്ട് എനിക്ക് ഉപവാസിക്കാൻ ഉള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ 3 ദിവസം അവരുടെ കൂടെ ഉപവസിച്ചപ്പോൾ 2ാമത്തെ ദിവസം ഞാൻ കുഴഞ്ഞു വീണുപോയി. അന്നേരം എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഉപവസിക്കരുത്, പിന്നെ ആഹാരം കഴിക്കാതിരിക്കരുത്, ഇന്ന സാധനങ്ങൾ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നേരെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. 3 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ കുഴഞ്ഞു വീണ ഞാൻ 7 ദിവസം ഉപവസിച്ചു. അങ്ങോട്ടുകൂടി എൻ്റെ ജീവിതത്തിലുള്ള ഉപവസിക്കാനുള്ള ആ പ്രയാസം മാറിക്കിട്ടി. വീണ്ടും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ അന്യഭാഷയുടെ അഭിഷേകത്തിന് എന്നെ നിറച്ചു.
വിഷയത്തെ നിറച്ചിട്ട് ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി, രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ തുടങ്ങി. കർത്താവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്, നീ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞ് ആ ദേശത്തിലേക്ക് എന്നെ തമിഴ്നാടിന്റെ ബോർഡറിൽ, ആന്ധ്രാപ്രദേശിന്റെ ബോർഡറിലേക്ക് ഒരു സ്ഥലത്തെ കാണിച്ചു തന്നു. അവിടെ പോകാനായിട്ട് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. എങ്ങോട്ട് പോകണം എന്നറിയില്ല, എങ്ങനെ പോകണം എന്നറിയില്ല എന്ന് വളരെ ഭാരപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു സംഘടനയുണ്ട്, അവരുമായിട്ട് നീ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിനക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി എനിക്ക് ഒരു എറണാകുളത്തുള്ള ഒരു ഗോസ്പൽ നാഷണൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പരിചയപ്പെടുത്തി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറയുണ്ടായി, തമിഴ്നാടിന്റെ ബോർഡറിലെ, ആന്ധ്രയുടെ ബോർഡറിലെ ഒരു സ്ഥലമുണ്ട്, നിനക്ക് അവിടെ പോകാൻ പറ്റുമെന്ന്. ദൈവം എന്നോട് പറഞ്ഞതും അവരെന്നോട് സംസാരിച്ചതും ഒന്നായിരുന്നു. അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു സന്തോഷം. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചല്ലോ, എന്റെ ആഗ്രഹം പോലെ, എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്കെല്ലാം ലഭിക്കുന്നു. എനിക്ക് ഈ പരിശുദ്ധാത്മാവിനോട് വലിയൊരു സ്നേഹം ഉണ്ടായി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നതും പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് അനുസരിക്കുന്നതുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ അവരോട് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് കടന്നുപോയി. ആ സ്ഥലത്ത് ഒരു ആന്ധ്രയുടെ പളമനേർ എന്ന് പറഞ്ഞ സ്ഥലം, ചിറ്റൂർ ജില്ലയിലെ പളമനേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 18 കിലോമീറ്റർ ഉള്ളിലോട്ട് ഒരു ആദിവാസികൾ, വനത്തിന്റെ പ്രദേശത്ത് ആദിവാസികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ്, അതിന്റെ ബോർഡറിലാണ്. അവിടെ ഒരു ചെറിയൊരു പ്രവർത്തനം, ഒരു ചെറിയൊരു സഭ, ചെറിയൊരു ചർച്ചിന്റെ ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഒരു പാസ്റ്ററിനെ എന്നെ മറ്റൊരു പാസ്പോർട്ടൊപ്പം എന്നെ അവിടെ അയച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ഭാഷ തെലുങ്കും തമിഴും ചേർന്നുള്ള ഭാഷയാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. എങ്കിൽ തന്നെയും ചില മലയാളം അറിയാവുന്ന തമിഴ് സഹോദരങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനും കുടുംബമായിട്ട് അവിടെ കടന്നു ചെന്നു. എൻ്റെ മകൾ 3 വയസ്സുള്ള മകളുമായിട്ട് അവിടെ കടന്നു ചെന്നു. അവിടെ സ്കൂളില്ലായിരുന്നു, മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. ഈ ആദിവാസികൾ എൻ്റെ ചർച്ചിന് തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ വീടുകളുണ്ട്. അവിടെ ആദിവാസികൾ തിങ്ങിപ്പാർക്കുകയാണ്. അതിന്റെ തൊട്ട് താഴെ റോഡിന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് സ്ഥലത്ത് വലിയ വലിയ സാമ്പത്തികത്തില് വലിയ വലിയ പണക്കാരെ ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം കർഷകരാണ്, കൃഷികൾ മാത്രം ചെയ്ത് നിലക്കടല അതുപോലുള്ള വലിയ വലിയ കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പം അവർക്ക് സമ്പർക്കമില്ല. പല ജാതി വ്യവസ്ഥ ഉള്ള സ്ഥലമാണ്. എനിക്ക് തമിഴ് അറിയത്തില്ല, തെലുങ്ക് അറിയില്ല, ആകെ അറിയുന്നതിനോടൊന്ന് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവം എന്നെ തമിഴും തെലുങ്കൊക്കെ പഠിപ്പിച്ചു. ഞാൻ ആ വലിയ ഭവനങ്ങളിൽ കടന്നു ചെന്ന് അവരോട് ഇംഗ്ലീഷ് സംസാരിച്ചു. അവിടെ വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട്, അവരോട് ഇംഗ്ലീഷ് സംസാരിക്കും. അവർക്ക് സന്തോഷമുണ്ടായി. യേശുവിനെ കുറിച്ച് പറയും. സംസാരിക്കാൻ അറിയാത്തടത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി പലരെയും സൗഖ്യമാക്കി. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആദിവാസികളുടെ ആയിട്ട് താമസിക്കുന്ന മറ്റ് ഈ വനഭൂമിയായിട്ട് ബന്ധപ്പെട്ട വനത്തിനകത്ത് പോയി മറ്റു ഈ തേൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശേഖരിക്കുന്നവരുണ്ട്. അവരെ വനത്തിനകത്ത് അവരുടെ ജീവിതം, അവരിറങ്ങി വരുമ്പോൾ അവരോട് സംസാരിക്കുകയും അവരുടെ ഭക്ഷണ രീതികൾ നോക്കുമ്പോൾ പല മൃഗങ്ങളെയും പിടിച്ച് തിന്നുവാൻ, എലിയൊക്കെ ചുട്ടു തിന്നുവാൻ, ഇങ്ങനെ ഉള്ള ഭക്ഷണം. ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കും. ഏതും രോഗമുണ്ടെങ്കിൽ അവര് മരുന്ന് കഴിക്കത്തില്ല. അങ്ങനെ ഞാനവരെ പിടിച്ച് മാറാ രോഗങ്ങളുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ടൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരെ പലപ്പോഴും സൗഖ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ സംഘം, അങ്ങനെ ഒരുപാട് ആദിവാസി ഭാഗത്തിൽപ്പെട്ട അനേകർ സഭയ്ക്കകത്ത് വരാൻ തുടങ്ങി. അപ്പോൾ ഇവർ വരുന്നത് കൊണ്ട് ഈ റോഡിനപ്പുറത്തുള്ള വലിയ നായുഡു കുടുംബങ്ങൾ ഒരുപാടുണ്ട്. ചന്ദ്രബാബുയുടെ മന്ത്രിയുടെ റിലേഷനിൽപ്പെട്ട പല ആളുകളും ഉണ്ടാവും.
അവരൊന്നും ഇവരെ സഹകരിക്കത്തില്ല. എങ്കിലും ഞാൻ ഇവരുടെ ഭവനങ്ങളിൽ കടന്നു ചെല്ലുകയും കർത്താവ് എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വലിയ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും വിശ്വാസികളായി മാറി. അങ്ങനെ അവിടുത്തെ ജാതി വ്യവസ്ഥകളും സാംസ്കാരിക വ്യവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ കർത്താവ് വളരെ സഹായിച്ചു. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവർക്ക് താഴ്ത്തപ്പെട്ട ആളുകൾക്ക് ഇവരുടെ റോഡിൽ കൂടെ നടന്നു പോകാൻ അവകാശമില്ലായിരുന്നു, കടന്നു പോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി ഒരു ഭവനങ്ങളോട് ഇടപെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ഈ അവസ്ഥ മാറി. ഞങ്ങളുടെ പല വിശ്വാസികളെയും അവരുടെ ഭവനത്തിൽ സ്വീകരിക്കാനും വളരെ സ്നേഹത്തോടെ ഇടപെടാനും ഇവർക്ക് സഹായിക്കാനും ഒക്കെ ചെയ്തു. അങ്ങനെ ദൈവസഭ അവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പല വിഭാഗങ്ങളുള്ള ഒരുപാട് ആളുകളുമായിട്ട് ബന്ധത്തില് ശുശ്രൂഷ ചെയ്യുവാനും അവരെ ഒന്നിപ്പിക്കുവാനും അവരുടെ സാംസ്കാരിക രീതിക്കും വിദ്യാഭ്യാസ മേഖലകൾക്കൊക്കെ വ്യത്യാസം വരുത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എന്റെ സഭയിലുള്ള വിശ്വാസ മക്കൾ വനപ്രദേശത്ത് താമസിക്കുന്നവർക്ക് പല കുട്ടികളും ഞങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിച്ച് കോളേജിലൊക്കെ വിട്ട് അവർക്ക് കോളേജിൽ പോകാന് ഒരു നല്ല വസ്ത്രമില്ലായിരുന്നു, നല്ല പാൻസ് ഇല്ലായിരുന്നു, നല്ല ഡ്രസ് ഇടാനില്ലായിരുന്നു. അപ്പോ ഞങ്ങള് എറണാകുളത്ത് തിരിച്ചു വന്ന് ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞ് അവിടുന്ന് പലപ്പോഴും യൂസ്ഡ് ക്ലോത്ത് ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാൻ അവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് എന്റെ സഭയിലുള്ള വിശ്വാസ സഹോദരന്മാര് അതിട്ടുകൊണ്ടാണ് കോളേജിൽ പോകുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച് ഇന്ന് പലരും സുവിശേഷ വേലയ്ക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ വലിയ സന്തോഷമുണ്ട് എനിക്ക്. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥലമാറ്റം തരികയുണ്ടായി. എൻ്റെ മകൾ ഒരു വർഷം സ്കൂളിൽ പോയില്ല. അതിനുശേഷം മറ്റൊരു ദൂരത്തുള്ള ചെറിയ സ്കൂളിൽ ചേർത്ത് 2ാം വർഷം എനിക്ക് സ്ഥലമാറ്റം വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചു വന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും വീണ്ടും ദൈവസന്നിധിയിൽ നിന്നപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് എന്നോട് പരിശുദ്ധമായി ഇടപെട്ടു. അവിടെ ഒരു സ്ഥലമുണ്ട്, ശിവകാശിക്കും രാജപാളയത്തിനും ശ്രീവില്ലിപുത്തു എന്ന് പറഞ്ഞ 3 സ്ഥലത്തിന് നടുവിലൊരു ബോർഡറില് ഒരു സ്ഥലം ദൈവാത്മാവ് ഇടപെട്ടു. അച്ചം തവിഴ്ത്താൻ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ആ പേര് കേട്ടിട്ടില്ല. അച്ചം തവിഴ്ത്താൻ എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ്. എന്ന് പറഞ്ഞാല് ദൈവം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയത്തെ പുറത്താക്കും. അതാണ് ദ ലോർഡ് വിൽ കാസ്റ്റ് ഔട്ട് ദ ഫിയർ ഫ്രം യുവർ ഹാർട്ട്. അതാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഈ സ്ഥലത്തേക്ക് പോകാൻ വഴികളൊക്കെ ദൈവം കാണിക്കുകയും അങ്ങോട്ട് പോകേണ്ടുന്ന ബസ് എന്നെ കാണിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോ ദൈവത്തിന്റെ ആത്മ ഇടപെട്ടിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ നിന്നിരുന്ന സ്ഥാപനത്തിൽ അവിടെ ചെന്ന് അതിന്റെ സീനിയർ പാസ്റ്റർ അയക്കുന്ന എലിയാച്ചൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ദൈവം എന്നോട് ഇങ്ങനൊരു സ്ഥലത്ത് പോകാൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുവാണ്, എനിക്ക് ഇങ്ങോട്ട് പോകാനാണ് പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എലിയാച്ചന് വിഷമമുണ്ടായെങ്കിൽ തന്നെ എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ കടന്നു വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ പിതാവ് ഈ രാജപാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു സീനിയർ പാസ്റ്ററാണ്. വളരെ കഷ്ടതയിൽ കൂടെ കർത്താവിന്റെ വേല ചെയ്ത് വളരെ ശക്തമായി നിന്ന ഒരു കർത്തദാസനായിരുന്നു. അവർക്കൊരു പ്രവർത്തനവും സഭയുണ്ട്. ഞങ്ങൾ അവിടെ കടന്നു വന്ന് അവിടെ കുറച്ചുനാൾ താമസിച്ചപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അവിടെ അവർക്കും വെളിപ്പെട്ടു. ഇങ്ങനൊരു സ്ഥലമുണ്ട്, നിങ്ങളവിടെ പോയി പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ സ്ഥലത്ത് പോകാൻ വേണ്ടി ദൈവം ഇതിനു മുമ്പേ എന്നോട് സംസാരിച്ചു പറഞ്ഞു. അങ്ങനെ അവിടെ പോകണമെങ്കിൽ ബസ്സില്ല, ഒരു ബസ് മാത്രമേ ഉള്ളൂ, 2 ബസ്സുണ്ട്. ആ ബസ് തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഒരാൾ പറഞ്ഞു തന്നു, ആ ബസ്സിന്റെ ബോർഡ് വളരെ ചെറിയ ചെറിയ അക്ഷരങ്ങൾ എഴുതിയിരിക്കും. അത് നിങ്ങൾ രാവിലെ 11 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള റെയിൽവേ ഗേറ്റിന്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ ചെറിയ എഴുത്ത് ഉള്ള ബോർഡുള്ള ബസ് വരും. അവിടെ അതിൽ കയറി കഴിഞ്ഞാൽ ആ ബസ് അവിടെ പോകും. ഇങ്ങനെ പറഞ്ഞു, ഇതാണ് അടയാളം. ഇങ്ങനെ വഴികളൊക്കെ കണ്ടുപിടിച്ച് അപ്പോൾ എനിക്ക് 2ാമതൊരു മകൻ ജനിച്ചു, ജോയൻ. ഈ 6 മാസം പ്രായമുള്ള മകനെയും കൊണ്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആരും സഹായിക്കാനില്ല, എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയില്ല. ദൈവം പറഞ്ഞ ഒരു ഒറ്റ വാക്ക്, നീ അവിടെ പോകാം, ഞാൻ നിന്നെ സഹായിക്കും.
ആ വാക്കുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ സഭയായിട്ട് വന്ന് നിങ്ങളെ എവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. വാഹനങ്ങൾ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയി നിങ്ങളെ പ്രാർത്ഥിച്ച് അവിടെ ആക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സമയം നിശ്ചയിച്ചു, പോകുന്ന തീയതി നിശ്ചയിച്ചപ്പോൾ അവർക്ക് മറ്റെന്തോ പ്രോഗ്രാം വന്നിട്ട് വളരെ സഭയ്ക്കകത്ത് വേറെ അത്യാവശ്യ കാര്യങ്ങളുണ്ട്. സഭക്കാർക്കോ ആർക്കും വരാൻ കഴിഞ്ഞില്ല, അവർക്ക് വരാൻ പറ്റുകയില്ല. അന്ന് ഫോണിൽ അതുകൊണ്ട് അറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ കാര്യം എന്നെ അറിയിച്ചു. ഞാനത് അതുകൊണ്ട് അവർ വന്നില്ലെങ്കിൽ സാരമില്ല, ഞാൻ വളരെ ഭാരപ്പെട്ടു, എങ്ങനെ പോകും എന്നറിയത്തില്ല. പക്ഷേ ഞാനും എൻ്റെ വൈഫും മകനുമായിട്ട്, എൻ്റെ മകളെ ഞാൻ കേരളത്തിൽ കൊണ്ടുവിട്ടു. ആന്ധ്രയിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ സ്കൂളില്ലാത്തത് കൊണ്ട് മകളെ സ്കൂളിൽ കൊണ്ടുവിട്ടു. എൻ്റെ അച്ഛനും അമ്മയും ആയിരുന്നു എൻ്റെ മകളെ നോക്കുന്നത്. ഇവിടെ കൊണ്ടുവിട്ടു. അത് പിന്നെ മകനുണ്ടായിരുന്നു. മകനോടുകൂടി 6 മാസം പ്രായമുള്ള മകനോടുകൂടി ബസ് കാത്ത് അവിടെ നിൽക്കുവാണ്. ഉച്ച വെയിലില് ബസ് കാത്ത്, ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഭാരപ്പെട്ടു. എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാവരും കൈവിട്ടു, ആരും തക്ക സമയത്ത് സഹായിച്ചില്ല. അതുകൊണ്ട് മാനസികമായിട്ട് പ്രയാസപ്പെട്ട് റോഡിൽ നിൽക്കുമ്പോഴേ ഒരു ഓട്ടോറിക്ഷ എൻ്റെ അടുത്ത് വന്ന് നിന്നു. അതൊന്നൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്നെ ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര പോകുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനൊരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ്. എൻ്റെ കാലിൽ എലി കടിച്ച് വലിയ വ്രണമുള്ള സമയത്ത് ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ട് രക്ഷയില്ലാതെ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്നപ്പോഴേ നിങ്ങൾ അവിടെ വന്ന് പരിചയപ്പെട്ട് എനിക്ക് വേണ്ടി കാലിൽ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ഞാൻ മറന്നുപോയി. അവിടെ ഞാൻ ബസ് കയറി പോയി, അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നെ അന്വേഷിച്ചു, ആരാണ് ഈ ദേവദാസൻ, ആരാണെന്ന് പറഞ്ഞ് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ മനസ്സിലായി, എൻ്റെ ഫാദറിലെയോട് പേര് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ അന്വേഷിച്ച് ചെന്നിട്ട് ഞാൻ അവിടെ ഇല്ലെന്നറിഞ്ഞ് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നറിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് എന്നെ കാണാൻ വരികയാണ്. അപ്പോ ബസ് കാത്ത് ഒരുപാട് സമയം നിന്നിട്ടും ബസ് വരാതെ ഭാരപ്പെട്ടു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എങ്ങനെയെങ്കിലും ബസ്സിൽ ചെന്നിട്ട് ആ ഗ്രാമത്തിൽ ചെന്നിട്ട് ഞാൻ അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് വാടകയ്ക്ക് എടുത്തോട്ട് താമസിക്കാം എന്നൊക്കെ മനസ്സിൽ പല കണക്കൂട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ ഗ്രാമത്തിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള വഴികളുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു വ്യക്തി നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതും എന്ന് ദൈവം എന്നോട് പറഞ്ഞു. ആ വ്യക്തി എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ അവരെ അന്വേഷിച്ചു പോവുകയാണ്. അപ്പോൾ ആ തക്ക സമയത്ത് ആ പ്രിയ സാറ് വന്നിട്ട് എന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് എന്നോട് പറഞ്ഞു, ഫാസ്റ്റ് വിഷമിക്കേണ്ട, ആരും വന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ ആ ഗ്രാമത്തിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞ് എന്നെ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറ്റി. എന്നെയും കുടുംബത്തെയും, ഞാനും മോനും വൈഫുമായിട്ട് ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു ചാക്ക് അരിയും 2 പായും വാങ്ങിച്ച് ആ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്. കാരണം പിന്നെ അത് ഏറ്റവും മേൽത്തരമായ ഒരു റൈസാണ്. ഞാനൊരു സുവിശേഷ വേലയ്ക്ക് കടന്നു ചെന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ദൈവം എനിക്ക് വേണ്ടി കരുതിയ വളരെ ശ്രേഷ്ഠമായ ആഹാരത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹം അന്ന് കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിച്ച്, അത് ഏറ്റവും ശ്രേഷ്ഠമായ പൊന്നി എന്ന് പറഞ്ഞ റൈസാണത്. എല്ലാം അവിടെയുള്ള വലിയ വലിയ പണക്കാര്, സാമ്പത്തിക ഉന്നതങ്ങൾ ജീവിക്കുന്നവർ കഴിക്കുന്നതാണ്. അത് അന്ന് കൊടുത്തത് ഇന്ന് വരെയും തീർന്നിട്ടില്ല, ഒരിക്കലും മുടങ്ങാതെ. അത് കൃത്യസമയത്ത് ദൈവം മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് നിന്നെ പോഷിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാൻ 15 വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും മേൽത്തരമായത് അന്ന് തുടങ്ങിയത് ഇന്ന് വരെയും തീരാതെ ദൈവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വളരെ പറയാൻ സന്തോഷമുള്ള കാര്യം, ദൈവത്തിന്റെ ആത്മാവ് നടത്തിയാൽ നമുക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. യഹോവ നല്ല ഇടയനാ, എനിക്ക് മുട്ടുണ്ടാവുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം നമ്മളെ അയച്ചാൽ നമ്മൾക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല. ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു, ക്ലേശങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും
ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും എനിക്ക് തുണന്നു. ഞാൻ ദൈവം എനിക്ക് തന്ന അഭിഷേകം അതിൽ കൂടെ അനേകർ യേശുവിനെ കാണുന്നതുകൊണ്ടേറ്റി. ആ കടന്നു വന്നിട്ട് അവിടെ വന്നപ്പോഴേ ആ ഭവനത്തിലെ ആ സഹോദരി ഇറങ്ങി വന്ന്, ഗ്രേസ് എന്ന് പറഞ്ഞ സഹോദരി, വളരെ ദൂരത്തിലൊരു സഭയിൽ പോകും, പട്ടണത്തിലൊരു സഭയിൽ പോകും. പോയി മാസത്തിൽ ഒരിക്കലും ഒരു ഞായറാഴ്ച മാത്രം പോകും അവർ. കാരണം ഈ ഗ്രാമത്തിൽ അകത്ത് സഭയില്ല. അവര് പട്ടണത്തിലുള്ള കത്തോലിക്ക ചർച്ചിൽ പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സഭയിൽ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അവരുടെ ഭവനത്തിലുള്ളവർ, അവരെ റിലേഷനിൽപ്പെട്ട മദറിലോ മറ്റുള്ളവരൊക്കെ അവരെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തിനാണ് മറ്റ് ക്രിസ്തീയ മാർഗത്തിൽ പോകുന്നതെന്ന് പറഞ്ഞ് അവിടെ അവർ ഉപദ്രവിക്കുമായിരുന്നു. ഇങ്ങനെ അവർ ആരെക്കുറിച്ചോ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവരുടെ മകനും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ വിശ്വാസം അവർ ഉള്ളത് കൊണ്ട് അവർ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഈ സ്ഥലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദൈവദാസനെ അയക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം എന്നെ അവിടെ അയച്ചു. അങ്ങനെ അയച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പുതിയൊരു ഭവനം തരും എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴേ ആ സഹോദരി അവര് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് അവർ സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ച്, റോഡ് സൈഡിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു ചെറിയ ഭവനം പണിയുകയാണ്. ഒരു റൂം മാത്രമുള്ളൊരു ഭവനം, ഒരു വീട്, ഒറ്റ റൂം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചെന്നതിന് ശേഷം ഒരു ചെറിയ വരാന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു റൂമും വരാന്തയും ഉള്ളൊരു വീട് പുതുതായിട്ട് പണിഞ്ഞ് തീർന്നപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവർ പറഞ്ഞു, എനിക്ക് വീടില്ലെങ്കിൽ സാരമില്ല, ഇവിടെ ഒരു ദൈവദാസൻ താമസിക്കട്ടെ എന്ന് പറഞ്ഞ് ആ പുതിയ വീട് ദൈവം എനിക്ക് വേണ്ടി അനുവദിച്ചു. 15 വർഷക്കാലം ഞാൻ ആ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തു. ആ വീട്ടിന്റെ യജമാനരായിരിക്കുന്ന സാറ്, അദ്ദേഹം വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിലവാരങ്ങൾ ഉള്ളത് കൊണ്ട് ഒരിക്കലും ക്രിസ്തീയ മാർഗത്തിൽ വരാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ ആ റൂമിനകത്ത് നടത്തിയ പ്രാർത്ഥന ആ സാറിനെ തൊട്ടു, ആ സഹോദരിയെ തൊട്ടു, അവരുടെ മക്കളെയൊക്കെ തൊട്ട്. ഇന്ന് അവരുടെ മക്കളിൽ മൂത്ത മകൻ ഇന്ന് അസംബ്ലി ഗോഡ് ചർച്ചിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ലൊരു പാസ്റ്ററാണ്. അവർ രക്ഷിക്കപ്പെട്ടു, കർത്താവിന് വേണ്ടി അവൻ നിൽക്കുന്നു. മക്കളൊക്കെ വലിയ വിദ്യാഭ്യാസമുണ്ടായി. എനിക്ക് വേണ്ടി ഒരു വീട് കൊടുത്ത ആ പ്രിയപ്പെട്ടവർക്ക് പല സ്ഥലങ്ങളിൽ വീടുണ്ടായി. ശിവകാശി പട്ടണത്തിൽ നല്ല വീട് ലഭിച്ചു. ശിവകാശി പട്ടണത്തിൽ വലിയ തൊഴിൽ സ്ഥാപനങ്ങൾ കിട്ടി അവരുടെ സ്വത്തുക്കൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ സ്വത്തുകളൊക്കെ അവരുടെ പിതൃഭവനത്തിൽ അവർക്ക് കിട്ടി. ഇങ്ങനെ ദൈവത്തെ സ്വീകരിച്ചതുകൊണ്ട്, ദൈവദാസന്മാരെ മാനിച്ചതുകൊണ്ട് ദൈവം ആ ഭവനത്തെ ഉയർത്തി. ആ ഒരു സഹോദരിയെ കൊണ്ട് ഞങ്ങൾ അവരുടെ സഹായം കൊണ്ട് ആ ഒരു റൂമില്, ആ ചെറിയ റൂമില് തുടങ്ങിയ പ്രാർത്ഥന അനേകരെ വിടുവിച്ചു ദൈവം. അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 3 മാസങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആരും വന്നില്ല. ഞാനും പിന്നെ എൻ്റെ മകനും എൻ്റെ വൈഫ്, ഞങ്ങൾ 3 പേര് ഞായറാഴ്ച ആരാധിക്കും. ഞങ്ങൾ സ്തോത്രകാഴ്ചയിൽ 20 രൂപ സ്തോത്രകാഴ്ച. അങ്ങനെയാണ്. അപ്പോ സ്തോത്രകാഴ്ച എടുക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ സഭയ്ക്ക് പോയിട്ടുള്ളവര് ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് വളരെ നടന്നു വന്നിട്ട് സ്തോത്രാഴ്ചയുടെ സമയമാകുമ്പോൾ അവർ വന്ന് സ്തോത്രാഴ്ച ഇട്ടു. അങ്ങനെ ദൈവം എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ നടത്തി ദൈവം. അങ്ങനെ അവർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ പോകും. എൻ്റെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. വീടിന് മുമ്പുള്ള റോഡിൽ കൂടെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി, അവൾക്ക് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു രോഗമുണ്ടായി, കൈയും കാലും വളർന്നുപോയി, ആഹാരം കഴിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മാസങ്ങളോളം ചില മാസങ്ങൾ പ്രയാസപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഭവനത്തിലെ കുട്ടികൾ അവളോടുകൂടി പഠിക്കുന്ന ഒരുമിച്ച് സ്കൂളിലാണ് പഠിക്കുന്നത്. അവര് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു പാസ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? നീ ഇത്രയും ഹോസ്പിറ്റലിൽ പോയി ഇത്രയും പ്രയാസപ്പെട്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ
ആ പെൺകുട്ടി അവരെ മാതാപിതാക്കൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒറ്റ ദിവസം കൊണ്ട് അവളെ സൗഖ്യമാക്കി. കർത്താവ് അവളെ സൗഖ്യമാക്കി. അതിനുശേഷം അവരുടെ ബന്ധുക്കൾ പലരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് കടന്നു വന്ന് അവിടെ ആരാധനയ്ക്ക് കടന്നു വരാൻ തുടങ്ങി. ഈ ആരാധനയുടെ ശബ്ദവും പാട്ടിന്റെ ശബ്ദവും കേട്ടുകൊണ്ട് അയൽവക്കത്തുള്ള ഒരുപാട് പേരും നോക്കി നിൽക്കും. ആ നോക്കി നിന്ന എല്ലാവരും ഇന്ന് എന്റെ സഭയിലെ വിശ്വാസികളായി കർത്താവ് തന്നു. അത് മാത്രമല്ല, അന്ന് പ്രാർത്ഥിക്കാൻ കടന്നു വന്ന പ്രിയ സഹോദരി വിജയലക്ഷ്മി, അവരുടെ പേരിന്ന് വിക്ടോറിയ എന്നാണ്, ആ പ്രിയപ്പെട്ട മകൾ ഇന്ന് കൊടൈക്കനാലില് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. ഞാനത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ അത് മാത്രമല്ല, ദൈവം അവിടുന്ന് ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കൊണ്ട് ഇടയാക്കിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ കാണുമ്പോഴാണ് എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നത്. ആ ചെറിയ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലോ അന്ന് ഫോണില്ല, ബന്ധങ്ങളില്ല. ചിലരൊക്കെ ഗ്രാമത്തിന്റെ മറ്റൊരു സ്ഥലത്താണ് ഫോൺ വരുന്നത്, ലാൻഡ് ഫോൺ വരും. അവിടെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കും. ആരെങ്കിലും സൈക്കിളിൽ വന്ന് പറയും. കാരണം ആ ഫോൺ വരാൻ വേണ്ടിയിട്ട് കാരണക്കാരൻ ഞാൻ പറഞ്ഞു, ഇവിടെ ബസ് കാത്ത് നിൽക്കുമ്പോൾ പറയും, ആ കടകളിൽ ചെന്നിട്ട് പറയും, ചേട്ടാ നിങ്ങളൊരു STD ബൂത്ത് ആരംഭിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബിസിനസ് ആരംഭിക്കുക, നിങ്ങൾ ഇന്നത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിച്ച് അവരെ ആവശ്യപ്പെടാതെ ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ STD ബൂത്ത് ആരംഭിച്ച് അവിടെ ഫോൺ വരും. അതാണ് ഏക മാർഗം. അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിൽ ദേവദാസന്മാരോട് കണക്ട് ചെയ്ത് പലരെയും വിളിച്ച് പലരും വന്ന് ഞങ്ങളുടെ ആ ഒറ്റ റൂമിലുള്ള ചെറിയ റൂമില് കടന്നു വന്ന് ഉപവാസ പ്രാർത്ഥനകൾക്ക് കർത്തദാസന്മാര് കടന്നു വരാൻ കൊണ്ടയായിരുന്നു. അങ്ങനെ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരുമ്പോൾ അവർ പറയും, നിങ്ങൾക്ക് ഇത്രയും ഭാഷകൾ അറിയാം, വിദ്യാഭ്യാസമുണ്ട് രണ്ടുപേർക്കും, നിങ്ങൾ ഇത്രയും ശ്രേഷ്ഠരായിരിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ഗ്രാമത്തിൽ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ചിലര് കളിയാക്കും, ചിലര് വഴക്ക് പറയും. ഞങ്ങൾ പറഞ്ഞു, ഗ്രാമത്തിലുള്ള ഒരു പട്ടണത്തിലോട്ട് പോകുമ്പോൾ നമ്മളെന്തിനാ പട്ടണത്തിൽ താമസിക്കുന്നത്? നമുക്ക് ഗ്രാമത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരോട് കൂടുതൽ സമയം ഒരുപാട് ആളുകളോട് സഹകരിക്കാൻ പറ്റും. അവരുടെ ഗ്രാമത്തിലെ രീതികൾ മാറ്റാൻ പറ്റും, അവരുടെ സംസ്കാരത്തെ മാറ്റാൻ പറ്റും. നമ്മൾ പട്ടണത്തിൽ നിന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വരണമെങ്കിൽ സമയം പോകും. അതുകൊണ്ട് ഈ ജനങ്ങളോടുള്ള ആ സമ്പർക്കം ഇല്ലാതായിപ്പോണ്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പുറലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഈ ഗ്രാമത്തിൽ ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ ഈ കർത്തദാസൻ, ഒരു ദേവദാസന്റെ എൻ്റെ നാട്ടിലുള്ള കർത്തദാസൻ പാസ്റ്റർ ഡാനിയൽ അവർ ഈ സ്ഥലത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി വളരെ പ്രകാശങ്ങൾ സഹിച്ച് ഉള്ള ചെറിയ സൗകര്യങ്ങളിൽ ഞങ്ങളോട് താമസിച്ച് പ്രാർത്ഥിക്കുകയും ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുകയും ചെയ്തിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അച്ചായ, നമുക്ക് ഈ ജനങ്ങൾക്ക് ഇത്രയും ദൂരത്ത് നടന്നു വരുന്നു, അടുത്ത ഗ്രാമത്തിൽ നിന്ന് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഒരുപാട് പേര് കടന്നു വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ചർച്ച് പണിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ആലയം വേണം. അല്ല, അവർ ഇത്രയും ദൂരത്തു നിന്ന് വരുന്ന യാത്രാക്ലേശം ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരും സഹായിക്കാനില്ല. എങ്കിലും ഇതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് തീർച്ചയായിട്ടും ദൈവം ഇടപെടും എന്ന് പറഞ്ഞ് കടന്നുപോയി. അച്ഛൻ ഇവിടുന്ന് ആ ദേവദാസൻ കടന്നുപോയി കേരളത്തിലെ എത്താറായി. തമിഴ്നാടിന്റെ ബോർഡർ കഴിഞ്ഞ് ഒരു ബസ്സിനകത്ത് കയറിയപ്പോഴേ അച്ഛൻ്റെ അടുത്ത് മറ്റൊരു വ്യക്തി കടന്നു ആ സീറ്റിലിരുന്നു. ഈ ദേവദാസൻ ആ അങ്കിളിനോട് സംസാരിച്ചപ്പോഴേ അങ്കിൾ പറയാണ്, എവിടെ പോയിട്ട് വരുന്നു? തമിഴ്നാട്ടിൽ പോയിട്ട് വരുന്നു. അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഇവിടുന്ന് കടന്നുപോയ ദാനിയേൽ ദേവദാസൻ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ കൂടെ എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തു നിന്ന് നടന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടന്നു വരും. തിരിച്ചു പോകുമ്പോൾ അവർക്ക് ബസ്സില്ല,
അവരാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പോകും. അങ്ങനെ പ്രയാസപ്പെട്ട് നടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ ആ ദൈവദാസനെ കൂടെ കർത്താവ് സഹായിച്ചു. എന്റെ ആവശ്യങ്ങൾ ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആവശ്യങ്ങൾ ഒരിക്കലും ഞാൻ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നെ ബലപ്പെടുത്തും. നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയും. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ഒരു എൻ്റെ ഗ്രാമത്തിനടുത്ത് വെളിയത്തിനടുത്തുള്ള മറ്റൊരു സ്ഥലമുണ്ട്, ആയൂര്. അവിടെ IPCയുടെ വലിയ സ്ഥാപനത്തില് സൈക്കിളൊക്കെ കൊടുക്കും. അന്നത്തെ കാലത്ത് കഷ്ടപ്പെടുന്ന ദേവദാസന്മാരുടെ സൈക്കിൾ കൊടുക്കും, മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ആന്ധ്രയിൽ നിന്ന് വന്നിട്ട് ഒരു സൈക്കിളിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ പറഞ്ഞ്, ദേവദാസൻ, നിങ്ങളെ പരിചയപ്പെടുത്താൻ ആരുമില്ല, നിങ്ങൾക്കൊരു അഡ്രസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് സൈക്കിൾ തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സഹായം ചോദിക്കുന്നു, ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മറുപടി ലഭിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ വിഷമായി പോയി. ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയിരുന്നു. കുറെ ദൂരം നടന്ന് കരഞ്ഞു, കർത്താവേ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എന്നെ സഹായിക്കാനുള്ള ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നു. എനിക്കത് മറക്കാൻ പറ്റത്തില്ല എൻ്റെ ലൈഫിൽ. അങ്ങനെ ഞാനിവിടെ വന്ന് തമിഴ്നാട്ടിൽ വേല ആരംഭിച്ചപ്പോൾ ഈ വേല കണ്ടിട്ട് ഞാനിവിടെ വന്ന് പല ഗ്രാമങ്ങളിലും അവിടെ ഇവിടെയായിട്ട് സുവിശേഷ കൂട്ടങ്ങൾ, മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഇവിടെ അടുത്തുള്ള ലോക്കലിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന, നല്ലതായിട്ട് വചനം പറയുന്ന കർത്തദാസന്മാർക്ക് അവസരം കൊടുക്കും. അങ്ങനെ മറ്റൊരു ദേവദാസൻ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞ്, ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ഇത്രയും ദുർഘടമായ വഴിയിൽ കൂടെ നിങ്ങൾ പോകുന്നല്ലോ. കാരണം ഞാൻ അടുത്ത ഗ്രാമത്തിൽ ഞാനും എൻ്റെ വൈഫും കൂടെ സുവിശേഷ വേലയ്ക്ക് പോകുന്നത് എൻ്റെ വീട്ടില് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വില്ലേജ് ഓഫീസർ അയക്കുന്ന, എൻ്റെ വിശ്വാസി അയക്കുന്ന അവരുടെ മക്കള് സ്കൂളിൽ പോകുന്നത് സൈക്കിളിലാണ്. 5 കിലോമീറ്റർ സ്കൂളിൽ അപ്പുറത്ത് സ്കൂളുണ്ട്. അവർ സ്കൂളിൽ പോകുന്നത്, അവർ പോയിട്ട് തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ അവരുടെ സൈക്കിൾ ഞങ്ങൾ മേടിച്ച് ചവിട്ടി പോകും. എൻ്റെ വൈഫിന് അന്ന് സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളെ വെച്ചിട്ട് സൈക്കിൾ ചവിട്ടി അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞ് രാത്രി അത് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെ ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ദുർഘടമായ വഴി കൂടെ പോകുന്ന നിങ്ങളെപ്പോലൊരു ദേവദാസന് ഒരു സൈക്കിൾ വേണം, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടന്നുപോയിട്ട് മറ്റാരോട് പറഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം തിരിച്ചു വന്നു. എന്നപ്പോഴേ ഒരു ബൈക്കിന്റെ പുറത്ത് ഒരു പുതിയ സൈക്കിള് വാങ്ങിച്ച് പിന്നെ അതിനെ മറ്റൊരാളെ കൊണ്ട് പിടിച്ച് എൻ്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിറങ്ങിയിട്ട് പറഞ്ഞ്, ഇതൊരു ഒരു ധനികനായിരിക്കുന്ന ഒരു വ്യക്തി തന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് പറയരുത്, ഈ ദൈവദാസന് ഈ സൈക്കിൾ കൊടുത്തേരെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വലിയ മറക്കാൻ പറ്റാത്ത സംഭവമാണ്. കാരണം ഞാനൊരു സൈക്കിൾ വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനെ ആ സൈക്കിൾ ഉപയോഗിച്ച് ഞങ്ങൾ ഗ്രാമത്തില് കടന്നു പോവുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത് ഇന്നും ആ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ ആ സൈക്കിൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ അതിനെ നന്നായിട്ട്, കാരണം ദൈവം തന്നത് ഒരിക്കലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും, ഏറ്റവും നല്ലതായിരിക്കും. എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങള് സ്ഥലം കിട്ടി. അവിടുന്ന് ഗ്രാമത്തിൽ നിന്ന് നദി കടന്ന് അരയോളം വെള്ളത്തിലൊക്കെ ഇറങ്ങി നടന്ന് ആ ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തും. വീടുകളിൽ ചെറിയ ചെറിയ വീടുകളാണ്, കുടിലുകളാണ്. അവിടെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, കുടിലുകളുടെ അകത്തിരുന്ന് അധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുകയില്ല, നല്ല കോൺക്രീറ്റ് ഹാളുള്ള ഏതെങ്കിലും ഒരു വീട് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കോൺക്രീറ്റ് ഹാൾ. അപ്പോഴേ ഒരേ ഒരു വീട് മാത്രം ആ വില്ലേജിൽ ഉണ്ടായിരുന്നു. അടുത്ത വില്ലേജ് ആത്തൂർ എന്ന സ്ഥലം. ആ വില്ലേജില് ഒരേ ഒരു വീട്, ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ അവർ ജനൽ വഴിയായിട്ട് നോക്കും. ജനൽ വഴിയായിട്ട് നോക്കും. എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ആ ഗ്രാമത്തിൽ പോകും. ജനൽ വഴിയായിട്ട് നോക്കുമ്പോൾ അവര് മറ്റൊരാളോട് പറഞ്ഞു വിട്ട്, ഈ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ജോലി ഏതാണ്, പ്രാർത്ഥിക്കാൻ വരാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെ ദൈവം സൗഖ്യമാക്കി. അവരുടെ കുടുംബത്തിലെ വിഷയങ്ങളെ ദൈവം വിടുതൽ കൊടുത്തു. ആ ഭവനം എനിക്ക് വേണ്ടി തുറന്നു തന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാള് ഉള്ള വീട്. ആ ഹാളിൽ ഉള്ള വീട്ടിലേക്ക് ഞാൻ ആ ഗ്രാമത്തിൽ പോയി
അനേകരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അനേകർ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ആ വീട് തുറന്നു തന്നു. ആ വീടിന്റെ സൈഡില് വലിയ പഴമയുള്ള ഒരു വീടാണത്. സൈഡിൽ പഴക്കമുള്ള ഒരു വീട്, വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു വീട്, പഴയ നിലവാരങ്ങളിൽ കെട്ടിയ നിലയിൽ പണിഞ്ഞൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു റൂമില്, അതിന്റെ സൈഡ് റൂമില് ആ വീട്ടിലെ അധ്യാപകനായിരിക്കുന്ന സാറിന്റെ പിതാവ് അവിടെ കിടപ്പുണ്ട്. ഞാൻ ചോദിച്ച അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മുഖാന്തരം കിടക്കുകയാണ്. ഞാൻ ചോദിച്ച എന്തുകൊണ്ടാണ് പപ്പായ്ക്ക് എന്താണ് അസുഖം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ജോലി എന്ന് ചോദിച്ച പറഞ്ഞു, ഈ ദേശത്തിലെ, ഈ ഗ്രാമത്തിലെ, ഈ 3 ഗ്രാമത്തിലെ എന്റെ പിതാവിന്റെ പേര് കേട്ടാൽ ഞെട്ടിപ്പോവും. ആളുകൾ എന്റെ പിതാവിന്റെ പേര് പറയാൻ മടിക്കും എന്ന് പറഞ്ഞു. എന്താണ് കാരണം? ഞങ്ങൾ ഈ ഭാഗത്തുള്ള എല്ലാവരും മന്ത്രവാദം തൊഴിലാക്കിയിരിക്കുന്നവരാണ്. എല്ലാവരുടെയും തൊഴിൽ മന്ത്രവാദമാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അവർ വരും, 5000-ഓ 10,000-ഓ വലിയ തുക കെട്ടിവയ്ക്കും, മന്ത്രവാദം ചെയ്യും, കാര്യങ്ങൾ സാധിക്കും എന്നാണ്. അങ്ങനെ എന്റെ പിതാവാണ് അതിന്റെ ലീഡർ എന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രവാദത്തിന്റെ തൊഴിൽ കൊണ്ടാണ് അദ്ദേഹം ഈ ഭവനങ്ങളൊക്കെ പണിഞ്ഞത് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. ഞാൻ നോക്കിയപ്പോഴേ അദ്ദേഹം വളരെ പൈശാചികമായ ചില പ്രയാസങ്ങളിലും രോഗത്തിലും വാർദ്ധക്യ സഹജമായ അസുഖത്തിലും വളരെ ശരീരം ശോഷിച്ച് വളരെ ശാരീരികമായിട്ട് വ്രണങ്ങളുണ്ടായി ഇങ്ങനെ വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അന്നേരം അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവിന്റെ പേര് ആരെങ്കിലും ഉച്ചരിച്ചാൽ അന്ന് രാത്രി അവൻ മരിച്ചിരിക്കും. അങ്ങനെയുള്ള ശക്തമേറിയ മാന്ത്രിക വിദ്യകൾ അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഇങ്ങനെ പ്രയാസപ്പെടുവാണല്ലോ, അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചാൽ മോക്ഷരാജ്യത്തേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം മൂളിക്കേട്ടു. എന്താ പറഞ്ഞു, യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങൾ മന്ത്രവാദം ചെയ്ത എത്രയോ പേർക്ക് വേണ്ടി വിരോധമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇതൊക്കെ ദൈവം ക്ഷമിച്ച് കർത്താവ് നിങ്ങളെ പരലോകത്തോട് ഏറ്റുകൊള്ളും എന്നൊക്കെ പറഞ്ഞു, തമിഴിലൊക്കെ പറഞ്ഞു. അപ്പോ അദ്ദേഹം കേട്ടിട്ട് യേശുവിനെ സ്വീകരിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണടച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ പ്രിയ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം, ആ പിതാവ് യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്, പ്രാർത്ഥന സ്വീകരിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, അനേകരെ കൊല്ലുമെന്ന് പറഞ്ഞ ആളിനോട് പരിശുദ്ധാത്മ ഒരു കാര്യം പറയുന്നു, ഈ അടുത്ത ചില ദിവസങ്ങളാകുമ്പോൾ, ഒരു ദിവസം പറഞ്ഞു, ബുധനാഴ്ചയാകുമ്പോഴേ അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമെന്നാണ് ദൈവം പറയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആശ്ചര്യം, അനേകരുടെ മരണത്തെ അനേകര് കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന ഈ മന്ത്രവാദം ചെയ്യുന്ന ഒരാളിന്റെ മരണ ദിവസം പോലും പറയുന്ന ഒരു ദൈവമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പരിശുദ്ധ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഈ ലോകത്തിലെ ജീവിതം തീരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് മടങ്ങി വന്നപ്പോൾ അതേ ദിവസം തന്നെ അദ്ദേഹം ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആ ഭവനത്തിലുള്ള വ്യക്തികളും അവരുടെ റിലേഷൻ ബന്ധുക്കളായിരിക്കുന്ന അനേകർ ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലെ സഭയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേര് ദൈവസന്നിധിയിൽ വരാനും കർത്താവിനെ സ്വീകരിക്കാനും തുടങ്ങി. ഇടയാത്തിരുന്നപ്പോൾ അവർക്ക് ഒരു ആലയം ആവശ്യമാണല്ലോ, അവർക്കൊരു ആലയത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഇത്രയും ദൂരത്തുനിന്ന് ജനങ്ങൾ കടന്നു വരുമ്പോൾ, ഇത്രയും പ്രയാസപ്പെടുന്നു, കർത്താവെ അവർക്ക് വേണ്ടി ഒരു ആലയം ലഭിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേ ഒരു സ്നേഹിതൻ, എൻ്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന പുത്രദാസൻ പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയും അദ്ദേഹം മറ്റൊരു ദേവദാസന്റെ കുടുംബത്തിൽ എന്നെ കൊണ്ടുപോവുകയും അവര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പലരെയും മോട്ടിവേറ്റ് ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു. അവരിൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെയുള്ള കർത്താവ് ചില രോഗങ്ങളെ സൗഖ്യമാക്കി. ആ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ സ്ഥലത്ത് കണ്ടിട്ട് അവര് സാമ്പത്തികമായി സഹായിച്ച് ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 42 ദിവസം കൊണ്ട് ഒരു ചെറിയൊരു ആലയം പണിയുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോ ഈ കാര്യം ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കേരളത്തിൽ ഇരിക്കുന്ന സമയത്ത്
ദൈവം എന്നോട് പറഞ്ഞ് ദൂരത്തിൽ ഇരുന്ന ചിലർ വന്നിട്ട് നീ ആയിരിക്കും നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും നിനക്ക് വേണ്ടി ആലയം പണിഞ്ഞു തരികയും ചെയ്യുമെന്ന് കർത്താവ് എന്ന് വാഗ്ദത്തം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യും. എനിക്ക് എനിക്ക് എപ്പോഴും ചെറിയ കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും ഒക്കെ ദുഃഖിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ദുഃഖിക്കുന്ന ഓരോ വിഷയത്തിലും ദൈവം എനിക്ക് അത് സന്തോഷമാക്കി തീർന്ന അവസാനം. ഞാൻ വേദപുസ്തകത്തെ കുറിച്ച് നോക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ, വേദപുസ്തകത്തിലുള്ള എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. എല്ലാ സംഭവത്തിന്റെ അവസാനത്തിലെ സന്തോഷമായി പരിവസിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ നോക്കുമ്പോൾ അവസാനം നാം നിത്യരാജ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്ക് വലിയ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നു. ഈ ലോകത്തിന്റെ എല്ലാ കഷ്ടമുണ്ടെങ്കിൽ തന്നെയും കർത്താവ് പറഞ്ഞ ആ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. കാരണം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും എന്നാണ്. ഞാൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എവിടെല്ലാം ചെറുപ്പക്കാരുണ്ടോ, ദുഃഖിച്ചിരിക്കുന്ന വിഷണ്ണ മനസ്സോടെ ഭാരപ്പെട്ടിരിക്കുന്നവർ എവിടെയുണ്ടോ അവർക്ക് എല്ലാവർക്കും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏത് വിഷയത്തിൽ നിരാശയാണോ, ഏത് വിഷയത്തിൽ ദുഃഖിക്കുന്നുവോ, ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവോ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ തരുവാൻ യേശുണ്ട്. ആ യേശുവിനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. അപ്പോ അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ കടന്നു വന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മകന് 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകാൻ സ്കൂൾ വളരെ ദൂരെയാണ്, ടൗണിലാണ്. അവിടെ വിടാനുള്ള സാമ്പത്തികമില്ല, 2 സ്കൂളില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ദൈവം 5 കിലോമീറ്റർ ദൂരത്തിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നു. നല്ല സ്കൂൾ തന്നു. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ സ്കൂളിൽ ചേർക്കാൻ കഴിഞ്ഞു. സ്കൂളിൽ ചേർക്കാൻ ഫീസില്ല. ഫീസ് കൊടുക്കാൻ വേണ്ടി ദൈവം വളരെ ഏർപ്പാടാക്കി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ പറഞ്ഞു, പാസ്റ്റർ ആ സ്കൂളിൽ മകനെ ചേർക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചേർക്കാം എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ വിഷമിക്കേണ്ട. പാസ്റ്റർ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ജോലി കിട്ടി, എൻ്റെ ആവശ്യങ്ങൾ വഴി തുറന്നു. അതുകൊണ്ട് ആദ്യ ശമ്പളം ലഭിക്കുമ്പോൾ മോൻ അഡ്മിഷൻ ഞങ്ങൾ ഇടും എന്നൊക്കെ പറഞ്ഞ് എന്നെ പല പ്രിയപ്പെട്ടവരും സഹായിച്ചിട്ടുണ്ട്. ആരംഭ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ വിദേശത്ത് വന്നിട്ട് താമസിച്ചപ്പോൾ എൻ്റെ മകൻ 8 മാസം പ്രായമുള്ളൂ. ഒരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് കരയുകയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് 8 മണി കഴിയുമ്പോൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പ്രാർത്ഥിക്കാൻ കയറും. ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ല. അന്ന് ടൈഗർ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് 3 രൂപയാണ് വില. 3 രൂപ എടുക്കാൻ നോക്കി, അവിടെ എല്ലാം നോക്കിയപ്പോ 3 രൂപ എടുക്കാനില്ല. ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും കരയുവാണ്. വീണ്ടും ഞാൻ അകത്തൊന്ന് പ്രാർത്ഥിച്ചു. വൈഫ് മോനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി വന്ന് പെട്ടെന്ന് ആ വീടിന്റെ ചെറിയ സൈഡിലുള്ള ഒരു ചെറിയ പടിയിൽ കൂടെ വീടിന്റെ ടെറസിലേക്ക് പോയി. ആകാശത്ത് നോക്കി പറഞ്ഞു, എൻ്റെ അപ്പനൊരു എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ട്, എൻ്റെ അപ്പൻ നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാനെ, ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ ഇന്ന് എത്ര ബിസ്ക്കറ്റ് ഉണ്ടായിരിക്കും എൻ്റെ വീട്ടില്. എന്ന് കർത്താവേ, എനിക്കൊരു ബിസ്ക്കറ്റ് തരണം, നീ ഒരു ബിസ്ക്കറ്റ് തരാൻ നീ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കി കരഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ ആ ഗ്രാമത്തിലെ കുറച്ച് ദൂരത്തു നിന്ന് ഒരു അമ്മച്ചി, ഒരു പ്രായം ചെന്ന ഒരു അമ്മച്ചി എൻ്റെ മുമ്പിൽ ആ മുറ്റത്ത് നിൽക്കുന്നു. അവരും പറഞ്ഞു, എന്നോട് സ്തോത്രം പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ വന്നത് എന്ന് പറഞ്ഞ് ഒരു ബാസ്ക്കറ്റ് എൻ്റെ കയ്യിലോട്ട് തന്നു. നോക്കിയപ്പോൾ ബാസ്ക്കറ്റിനകത്ത് ചെറിയ ഉള്ളി, ഓണിയൻ. ഞാൻ ചോദിച്ചത് ബിസ്ക്കറ്റ് ആണല്ലോ, ഉള്ളി വന്നിരിക്കുന്നു. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ആ ഉള്ളിയുടെ മുകളില് 3 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണു നിറഞ്ഞു. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 20 നിമിഷം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ
പ്രിയപ്പെട്ട അമ്മച്ചി കുനിഞ്ഞാ നടക്കുന്നത്, നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല, ഊരിപ്പോയി. ഊനുള്ള അമ്മച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 20 നിമിഷം 30 നിമിഷത്തോളം നടന്നെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടിൽ വരത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഇന്നുവരെ ഒരാവശ്യം പറഞ്ഞ് ഞാൻ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ എൻ്റെ ആവശ്യങ്ങളിൽ ദൈവം മതിയായിരുന്നു. എൻ്റെ ആഗ്രഹം, ഞാൻ പോകുന്നിടത്തെല്ലാം ആരെല്ലാം പ്രയാസത്തിലായിരിക്കുന്നു, പ്രതികൂലങ്ങളായിരിക്കുന്നു, വ്യക്തിപരമായി സുവിശേഷം പറഞ്ഞ് അവരെ യേശുവിന്റെ സന്തോഷത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ കർത്താവിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുവശം ആന്ധ്രാപ്രദേശിലേക്ക് കടന്നുപോയി എനിക്ക് തന്ന ദർശനം, ദൈവം എനിക്ക് തന്ന ദർശനം എന്ന് പറഞ്ഞാല്, ഉൾഗ്രാമങ്ങളിൽ കടന്നു ചെന്നിട്ട് അവിടെ പ്രയാസപ്പെടുന്ന കർത്തൃദാസന്മാരോട് ചേർന്നിട്ട് പ്രവർത്തിക്കുക, അവർക്ക് കഴിയാത്തത് അവർക്ക് വേണ്ടി അവരോട് കൂടെ ചെന്ന് പ്രാർത്ഥിച്ച് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കടന്നുപോയി ആന്ധ്രാപ്രദേശത്ത് വിജയവാഡയിൽ നിന്ന് വളരെ ദൂരങ്ങൾ സഞ്ചരിക്കുന്ന, അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ബോംബെ പട്ടണത്തില് ഒക്കെ കടന്നുപോയിട്ട് ഗ്രാമങ്ങളിലേക്ക്, ഗാവുകളിലേക്ക് കടന്നുപോയിട്ട് പോയി ചെന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്ത് ചെറിയ ദേവദാസന്മാരെ പ്രവർത്തനങ്ങളിലൂടെ സഹായിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം പോയി പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെ ഇന്ന് വലിയ സഭകളായിട്ട് മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപാട് യൗവനക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്തൃവേലയിൽ കൊണ്ടുവരാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ ജീവിതത്തില് ഞാൻ നിരാശനായിരുന്നു, ദുഃഖിതനായിരുന്നു. പക്ഷേ എന്റെ ജീവിതത്തില് ദുഃഖത്തെ സന്തോഷമാക്കുന്ന ദൈവം യേശു കടന്നു വന്നപ്പോഴേ അതേ യേശുവിനെ കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പല വ്യക്തികളും ഇന്ന് കർത്തൃ ശുശ്രൂഷയിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്തൃദാസന്മാർ. ആദ്യമായിട്ട് ഞാൻ നാഗർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിച്ചു. ചെന്നപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം അറേഞ്ച് ചെയ്തു. അവിടെ ഒരു വീട്ടിലെ റൂമിൽ ഞാൻ താമസിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ കൺവെൻഷന്റെ സ്ഥലം ഇവിടെ അടുത്താണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാറൊന്നും പിടിക്കണ്ട, കാരണം അത് വലിയ എക്സ്പെൻസ് ആവും നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ ബൈക്കില് ആരെങ്കിലും ഒരു സഹോദരനെ വിട്ടാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ബൈക്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരൻ വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ വളരെ പിന്മാറ്റത്തിലും മദ്യപാനത്തിലും ഒക്കെ യേശുവിനോട് ബന്ധമില്ലാത്ത ഒരാൾ. എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് വിഷമം തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹം എന്നെ വിളിച്ച്, പാസ്റ്റർ സമയമായി, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ബൈക്കിൽ കയറിയിട്ട് പോകുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പോകുന്ന സ്ഥലങ്ങളിൽ എൻ്റെ പോസ്റ്റർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, കൺവെൻഷന്റെ പോസ്റ്ററുകള്, എൻ്റെ ഫോട്ടോ ഒട്ടിച്ച പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ പോസ്റ്ററുകളും ഫോട്ടോയൊക്കെ ഒട്ടിച്ചു വെക്കുന്നത് എനിക്കിങ്ങനെ പറ്റുമോ എന്നോട് ചുമ്മാ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ പോസ്റ്റർ നിനക്ക് ഒട്ടിക്കാൻ പോവാതെ, എന്നേക്കാൾ കൂടുതൽ ദൈവം നിന്നെ സ്റ്റേജുകളിൽ കയറ്റും എന്ന് പരിശുദ്ധ ആത്മാവിൽ പറയാൻ നമുക്ക് ഇടയാക്കിയിരുന്നു. ഞാൻ പറയട്ടെ, ആ സഹോദരനെ കർത്താവ് തൊട്ട് ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ, ദൈവസഭകളിൽ ദൈവജനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്തൃദാസനായി അദ്ദേഹം മാറി. കർത്തൃദാസൻ ജ്ഞാനേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും അങ്ങനെ അവിടുത്തെ ശുശ്രൂഷകളിൽ ഒരുപാട് യൗവനക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവര് കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും വേലക്കിറങ്ങി ഇന്ന് കർത്താവിന്റെ വേലയിൽ വിവിധ സ്ഥലങ്ങളിൽ നാഗർകോവിൽ പട്ടണത്തിൽ ഒരുപാട് ദൈവദാസന്മാരെ വാർത്തെടുക്കാൻ കർത്താവ് എന്നെ ഉപയോഗിച്ച് ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ ഈ അച്ഛൻ തവിൽത്താൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഇവിടെയുള്ള പട്ടണത്തിൽ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള കർത്തൃദാസന്മാര് പ്രിയപ്പെട്ടവർ പറയും, നിങ്ങൾക്ക് ഇത്രയും ഭാഷ അറിയാം, പല കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾ കേരളത്തിൽ നിന്നും വന്ന എല്ലാ സൗകര്യങ്ങളുള്ള ഒരാൾ ഇവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. പക്ഷേ എനിക്ക് വളരെ വ്യത്യസ്തമായ ആഹാരം, വ്യത്യസ്തമായ ഒരു വെള്ളം കിട്ടാൻ, ഉപ്പുവെള്ളമാണ്, ഭയങ്കര ഉപ്പ്, കുടിക്കാനും കഴിയാത്ത കുടിക്കുന്ന വെള്ളം കിട്ടണമെങ്കിൽ വളരെ ദൂരം സഞ്ചരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ ക്ലേശമുള്ള ഒരു സ്ഥലം ആണെങ്കിൽ തന്നെയും
ആ അവരുടെയൊക്കെ ഈ സ്ഥലത്തു നിന്നുകൊണ്ട് അനേക സുവിശേഷകന്മാരെയും അനേക വിശ്വാസികളെയും വാർത്തെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ദൈവം ഈ കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് ഈ തമിഴ്നാടിന്റെ ഈ പ്രദേശത്ത് ശ്രീവില്ലിപുത്തൂർ താലൂക്കിലാണ് ഈ സ്ഥലമുള്ളത്. ഈ ശ്രീവില്ലിപുത്തൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റിന്റെ സീല് ഒരു വലിയ ഗോപുരത്തിന്റെ പടമാണ്. ഇവിടെ ഒരു ഗോപുരമുണ്ട്, ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഈ ശ്രീവില്ലിപുത്തൂരിലെ ഏറ്റവും വലിയ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ഒരു പട്ടണമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ഒരു സ്ഥലം, ഉയരമുള്ള ഗോപുരം ഇവിടെയാണ്. അതിന്റെ സീലാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ശിവകാശി എന്ന് പറഞ്ഞ ഈ രാജപാളയം എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളുടെയും നടുവില് കർത്താവിന്റെ വേലയിൽ ഇരുന്നുകൊണ്ട് പല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുവാനും പല ഇടങ്ങളിൽ ചെല്ലുവാനും പോയി സുവിശേഷ പ്രവർത്തനങ്ങളിൽ കൂടെ അനേകരെ വാർത്തെടുക്കുവാൻ തൊക്കെ കർത്താവിനെ സഹായിച്ചു. അവിടെ എല്ലാം കടന്നു ചെല്ലുമ്പോൾ അവിടെ എല്ലാം വലിയ സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ചിരിച്ചുകൊണ്ടായിരിക്കണം, പോകുമ്പോഴും വരുമ്പോഴും ഇൻട്രോഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ചിരിക്കുന്ന മുഖമായിരിക്കണം എന്നാ. എനിക്ക് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം കണ്ടുണ്ട്. എല്ലാവരും സന്തോഷിക്കുന്ന, ദുഃഖത്തെ സന്തോഷമാക്കുന്ന, ആ കഷ്ടമുള്ള ക്ലേശമുള്ള ആ സാഹചര്യത്തെ, അറ്റ്മോസ്ഫിയറിനെ മാറ്റിക്കളയുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയുകയാണ്, നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, ഒരു കർത്താവുണ്ട്. ഈ കർത്താവിനെ കണ്ടുമുട്ടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയാൽ, പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഞാൻ ഒരു 1-2 കാര്യം കൂടെ പറയാം. ഞാനൊരു ബാങ്കില് എൻ്റെ മകൾക്ക് പഠിക്കുവാൻ ഫാർമസി പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് പണമില്ല. ബാങ്കിൽ ലോൺ തരുമെന്ന് പറഞ്ഞ് അവിടെ ബാങ്കിൽ ചെന്നപ്പോ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞ്, നിങ്ങൾക്കൊരു അഡ്രസ് ഇല്ല, വ്യക്തമായ മറ്റൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മേൽവിലാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ലോൺ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ എനിക്ക് വിഷമമായത്. ഞാൻ പുറത്തിറങ്ങിയ വാതിൽക്ക് നിന്നപ്പോൾ പുള്ളി എന്നെ പറഞ്ഞ്, ഡോണ്ട് സ്റ്റേ ദേർ, ഗോ ഔട്ട്, അങ്ങനെ പറഞ്ഞു. പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ നിൽക്കരുത്, പുറത്തു പോവുക എന്നോട് പറഞ്ഞു. എനിക്കത് വളരെ ഭാരമായി. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് വീണ്ടും ഒരു ഫോൺ വരികയാണ്. മറ്റൊരു മാനേജർ വിളിക്കും. അപ്പൊ ഞാൻ കൊടുത്ത അപേക്ഷ ആപ്ലിക്കേഷൻ ഫോമിന്റെ പേപ്പർ അവിടെ ഇട്ടിട്ടാണ് ഞാൻ വന്നത്. ഇത് അദ്ദേഹം അവരെടുത്ത് കളയേണ്ടതാണ്, പക്ഷെ ആ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ അവിടുന്ന് മാനേജർ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളൊരു പാസ്റ്ററാണോ? അതെ എന്ന് പറഞ്ഞു. എന്നാൽ വരിക, ഞാനൊരു വിശ്വാസിയാണ്, പാസ്റ്റർക്ക് ലോൺ തരികയില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തു, പക്ഷേ ഞാനത് തരാം, എലിജിബിൾ ആണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ പരിചയപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ലോൺ നിഷേധിച്ച സ്ഥലത്ത് ദൈവം ലോൺ തന്ന് എൻ്റെ മകൾ നല്ല റാങ്കോടുകൂടി ഫാർമസി പാസ്സാകാൻ ദൈവം ഇടയാക്കും. എവിടെ എന്നെ പറ്റില്ല എന്ന് പറഞ്ഞോ, എവിടെയെല്ലാം നിഷേധിക്കുന്നു, അവിടെ ദുഃഖിക്കുന്നു, അവിടെ സന്തോഷമാക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഞാനത് ഇപ്പോഴും ഓർക്കുന്നു. മറ്റൊരവസരത്തിൽ ഞാൻ കരഞ്ഞുപോയ ഒരവസരം എന്ന് പറഞ്ഞാല്, എൻ്റെ മകന് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് മാർക്ക് അല്പം കുറവായിരുന്നു. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പറഞ്ഞു, ഇത്രയും മാർക്കിന് ഈ ഗ്രൂപ്പ് തരികയില്ല, പ്രത്യേക ഗ്രൂപ്പ് തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അറിയാത്ത മറ്റൊരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ആ പാസ്റ്റർ മകൻ നന്നായിട്ട് പഠിക്കുന്ന, പക്ഷെ മാർക്ക് അല്പം കുറഞ്ഞു പോയി, അതുകൊണ്ട് ഒരു സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തു. ആ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എൻ്റെ മകനോടെ പഠിച്ച് പാസ്സായിട്ട് MSc കോളേജിൽ ചേർന്നിട്ട് തമിഴ്നാട്ടിലെ സ്റ്റേറ്റിലെ 3ാമത്തെ റാങ്ക് കൂടി പാസ്സായി. തമിഴ്നാട് സ്റ്റേറ്റിലെ 3ാമത്തെ റാങ്ക് കൂടി പാസ്സായി. ആ കോളേജിൽ ചേരുമ്പോൾ അവിടെ മെഡൽ കൊടുക്കുന്നത്, മെഡൽ ഇങ്ങനെ ഇതിനു മുമ്പ് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടികൾ മെഡൽ വാങ്ങുന്നത് ഞാൻ അവിടെ ചോദിച്ച് കണ്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞ, കർത്താവേ, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ ആരും കാണാതെ കണ്ണീർ തുടച്ചിട്ടുണ്ട്.
എന്നാൽ അതേ സ്ഥാനത്ത് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ അവിടെ റാങ്ക് വാങ്ങിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തില് എവിടെല്ലാം ദുഃഖിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സന്തോഷമാക്കി മാറ്റുന്ന യേശുവിനെ വേണ്ടി പിന്നെയും അനേക ഗ്രാമങ്ങളിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നു ചെന്ന് കുഗ്രാമങ്ങളിലായാലും എവിടെയായാലും ശരി കടന്നു ചെന്നിട്ട് കർത്താവിനെ ഉയർത്തി സഭയില്ലാത്തടത്ത് സഭ സ്ഥാപിക്കണമെന്നാണ് എൻ്റെ ദർശനവും എൻ്റെ തീരുമാനങ്ങളും. എന്നോടുകൂടി എൻ്റെ വൈഫ് കുഞ്ഞുങ്ങളൊക്കെ വളരെ ശുശ്രൂഷയിൽ എന്നെ വളരെ സഹായിക്കുന്നുണ്ട്. അവര് വളരെ കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ മക്കൾ കൂടി അവരെ ഉപയോഗിക്കുന്നുണ്ട് ദൈവം. അത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതാണ് എൻ്റെ ദർശനം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും രണ്ടാമത് ഈ അച്ഛൻ തോട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടാമത് ഒരല്പ സ്ഥലം, ഒരു 8 സെന്റ് സ്ഥലം മേടിക്കുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ സഭ പണിയണം. അതുപോലെ ബസ് വാഹന സൗകര്യം ഇല്ലാത്ത ഉൾഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെയും പലർക്കും യേശുവിനെ അറിയത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സഭ ആരാധനാലയങ്ങളില്ല. അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളുണ്ട്. ഇവിടെ കടന്നു പോയിട്ട് ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയും കർത്താവിന് വേണ്ടിയിട്ട് അനേക ആത്മാക്കൾ നേടുന്നതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷവും എൻ്റെ സമയങ്ങളും അതിനുവേണ്ടി ഞാൻ ചെലവഴിക്കാൻ ആണ് എൻ്റെ പ്രതിഷ്ഠയും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തില് എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കിയ യേശുവിന് വേണ്ടിയിട്ട്, കർത്താവിന് വേണ്ടിയിട്ട് വളരെ തീക്ഷ്ണമായിട്ട് പ്രവർത്തിപ്പാൻ തക്കോണം എനിക്ക് സന്തോഷമുണ്ട്. അത് മാത്രമല്ല, വരുന്ന ദിവസങ്ങളില് ഞങ്ങൾക്ക് ഈ ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ പുതിയ പ്രവർത്തനങ്ങളൊക്കെ പല വാഹനമില്ലാത്ത ഇടത്തൊക്കെ മറ്റ് ഇപ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കടന്നു പോയിട്ട് ആ വില്ലേജുകൾ ഒരുപാട് കുട്ടികള് പെൺകുട്ടികള്, ആൺകുട്ടികള് അവർക്കൊന്നും സ്കൂളിൽ പോകാതെ ജോലിക്ക് പൊക്കളയവർ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ എവിടെങ്കിലും ഹോസ്റ്റലുകളിലൊക്കെ ചേർത്ത് കണ്ടുപിടിച്ച് അവരെ അവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് അവരെ വലിയ ശുശ്രൂഷന്മാരാക്കുകയോ അല്ലെങ്കിൽ ജോലിയുള്ള നേരം വെളിയുള്ളവരെ ശുശ്രൂഷന്മാരാക്കി മറ്റുള്ളവരെ ജോലിപരമായിട്ട് തൊഴിൽപരമായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരെ ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരു പൈനിയർ വർക്ക്, ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഞങ്ങളുടെ സഹകരണം, ഈ ഗ്രാമത്തിലുള്ള വ്യക്തികളോടുള്ള വലിയ വലിയ ഉന്നതരോടുള്ള സഹകരണം കൊണ്ട് അവർ ഞങ്ങളെ എതിർപ്പ് പറയത്തില്ല. പക്ഷേ മറ്റൊരു സുവിശേഷരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എതിർക്കും അവർ. പക്ഷേ അവരോടുള്ള സ്നേഹപരമായുള്ള സ്നേഹത്തോടുകൂടിയുള്ള ഞങ്ങളുടെ ഇടപെടൽ അവരെ എതിർത്ത് സംസാരിക്കാതെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥ. ഞാൻ പറയട്ടെ, സുവിശേഷം പറയുന്നതിനേക്കാൾ സുവിശേഷമായിട്ട് ജീവിച്ചു കാണിച്ചെങ്കിൽ, യേശുവിന്റെ സ്നേഹം നമ്മൾ വെളിപ്പെടുത്തിയാൽ നമ്മളോടുകൂടി അനേകരെ ആത്മാക്കളെ നേടാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ അതാണ്. ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴേ ഞാൻ എൻ്റെ പാസ്റ്റർ വീട്ടിൽ ജീവിച്ചപ്പോഴേ അവരുടെ ജീവിതം ഞാൻ കണ്ടു. അവർ കള്ളം പറയുന്നവരായിരുന്നില്ല, അവര് വഴക്കുണ്ടാ വെക്കുന്നവരായിരുന്നില്ല. ഞാൻ എൻ്റെ പാസ്റ്റർ വീട്ടിൽ 3 വർഷം താമസിച്ചപ്പോഴേ ഒരു ദിവസം പോലും കള്ളം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ചെറിയവരോ വലിയവരോ ആകട്ടെ, ഇവർ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ഊണുമേശയിൽ അവർക്ക് ആഹാരം കൊടുക്കും. ഇങ്ങനെ എല്ലാവരും ഒരുപോലെ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് ഞാൻ പഠിച്ചു പല വിഷയങ്ങൾ. ഇതൊക്കെ എൻ്റെ ജീവിതത്തില് യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഞാൻ അവരിൽ കൂടെ കണ്ടതുകൊണ്ട് ഞാൻ എന്താണോ അതുപോലെ നിഷ്കളങ്കതയോടെ, അല്ലെങ്കിൽ അത് യഥാർത്ഥമായിട്ട് മറ്റുള്ള ഗ്രാമവാസികളോടുകൂടെ ഞാൻ യഥാർത്ഥമായിട്ടും സഹകരിക്കുമ്പോഴേ അവര് പറയും, പാസ്റ്റർ പിന്നെ യേശു എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്, പാസ്റ്റർ അങ്ങനെയാണ് എന്നൊക്കെ ഉള്ള നല്ല അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ ജീവിച്ചു കാണിക്കുമ്പോൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിലും ജീവിതം സുവിശേഷമാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ കൂടെ യേശുവിനെ അവർ അറിയാൻ ഇടയായി. ഞങ്ങളുടെ ഗ്രാമത്തിൽ വെള്ളത്തിന്റെ ക്ഷാമം വളരെ കൂടുതലായിട്ട് വന്നപ്പോഴേ ഞാൻ ചർച്ച പണിയാൻ വേണ്ടിയിട്ട് സ്ഥലമാകുന്ന സ്ഥലത്ത് ഒരു സംഘടന പറഞ്ഞു, ഒരു ടീംകാർ വന്നിട്ട് പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ബോർവെല് ഇട്ട് തരാം, കുഴൽക്കിണർ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ചർച്ച നിൽക്കുന്ന സ്ഥലത്ത് ആളുകളൊന്നും ഇല്ല, അവിടെ വിജനമായ സ്ഥലം, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ താമസിക്കുന്ന വില്ലേജില്
അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അവിടെ ഈ ബോർ പണിയുവാണെങ്കിൽ, ബോറിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ജനങ്ങൾക്ക് വെള്ളം കിട്ടും. കാരണം വെള്ളത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു പോകുന്നു ജനങ്ങൾ. പഞ്ചായത്തിൽ നിന്നും കൊള്ളിക്കുന്ന കുറിച്ച് വെള്ളം കുറച്ചേ ഉള്ളത്, പെട്ടെന്ന് വെള്ളം തീർന്നു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീടിന്റെ മുൻപില് അവിടെ ചേർന്നിട്ട് ഞാൻ പഞ്ചായത്തിലെ ആളുകളോട് പോയി അനുവാദം ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞ് ഇന്നടത്ത് കുഴിക്കുക, ഇന്നടത്ത്, അങ്ങനെ പല സ്ഥലം മാറ്റി പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ വെളിപ്പെടുത്തി ഇവിടെയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സ്ഥലത്ത് കുഴിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കുഴിച്ച് വെള്ളം കിട്ടി, നല്ല ശുദ്ധജലം കിട്ടി. എല്ലാ ഗ്രാമത്തിലും 3 ഗ്രാമത്തിൽ വെള്ളം കിട്ടാതെ വേനൽക്കാലത്ത് കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുടിച്ച കിണറിൽ ഒരിക്കലും പറ്റാതെ നീരൊഴുക്ക് ദൈവം കൊടുത്തു. എല്ലാ ജനങ്ങളും അവിടെ വന്ന് വെള്ളം കുടിച്ച് പറയാണ്, പാസ്റ്റർ കിണർ കുഴിച്ച് വെള്ളം കിട്ടി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ അല്ല കുടിച്ചത്, ஆண்டவரா இயேசு கிறிஸ்து உங்களுக்கு தண்ணீர் கொடுத்திருக்கிறாங்க. இந்த தண்ணீரை குடிக்கும்போ ஏசப்பாவை நினைச்சுக்கோங்க. இങ്ങനെ தமிழ் പറയും. ஏசப்பா எனக்கு കൊടുത്തത്, സഭയ്ക്ക് കൊടുത്തത്, എങ്ക സഭ മക്കൾക്കുള്ളത് உங்களுக்கு തരുகிறேன் ഇങ്ങനെ പറഞ്ഞ്. അങ്ങനെ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് യേശുവിന്റെ സ്നേഹം കൊടുക്കാൻ, യേശുവിന്റെ സ്നേഹം, ആ വെള്ളം ഒരിക്കലും വറ്റിയിട്ടില്ല. ഇതുപോലെ ഒരിക്കലും വറ്റാത്ത നീരുറവ യേശുവാണ് എന്നൊക്കെ പറയാൻ ഇടയായിത്തീർന്നു. ആ ജനത്തിന് ആ കിണർ കുഴിക്കുന്ന സമയത്ത് അവിടെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നിന്ന് ഇരുമുടി നിറച്ചുകൊണ്ടിരിക്കുന്നവരെ അവരെല്ലാം അത് നിർത്തിയിട്ട് വന്ന് ഈ കിണർ കുഴിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എന്നിട്ടാണ് ഈ കിണർ അവിടെ പോയത്. അപ്പൊ അത്രയൊരു സഹകരണം കിട്ടാൻ വേണ്ടി ഗ്രാമവാസികളുടെ ഹൃദയത്തെ യേശു തുറന്നു വന്നു. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം. എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ദേഷ്യക്കാരനായിരുന്നു, കോപക്കാരനായിരുന്നു. പക്ഷേ വളരെ ശാന്തമായിട്ട് ജനങ്ങളോട് സംസാരിക്കാനും വളരെ ശാന്തമായിട്ട് സ്നേഹത്തോട് ഇടപെടാനും ഈ പ്രാർത്ഥനയിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തി. അതുകൊണ്ട് ഇന്ന് യേശുവിന്റെ നാമം അച്ഛൻ തവിർത്താനിൽ മഹത്വപ്പെടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ തവിർക്കുന്നത് അല്ലെങ്കിൽ ഭയത്തെ പുറത്താക്കുന്ന ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷമുണ്ട്. വലിയ എനിക്കൊരു ഭവനമില്ലെങ്കിലോ ഇല്ലെന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഒരു ഗ്രാമത്തിൽ ഒരു ആലയം ഇല്ലെങ്കിൽ എനിക്ക് വേദനയുണ്ട്. എനിക്ക് 2 കാര്യം പറയുമ്പോൾ എനിക്ക് കണ്ണു നിറയും. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടുമ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു പോകും. പിന്നെ ആരെങ്കിലും തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോൾ മറ്റ് പൂജ ക്ഷേത്രങ്ങളിലേക്ക് ഗ്രൂപ്പായിട്ട് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഞാനത് നോക്കി ആത്മഭാരത്തോടെ കരയും. കാരണം ഇവരെയൊക്കെ രക്ഷിക്കാൻ എനിക്ക് കഴിയണേ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ദേശീയഗാനം പാടുമ്പോൾ ഞാൻ കണ്ണീര് വിടും. കാരണം ഇന്ത്യയിൽ ഒരുപാട് ഗ്രാമങ്ങളിൽ എനിക്ക് പറ്റുന്നില്ല, പോകാൻ കഴിയുന്നില്ല. ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടേക്കുള്ള ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ അവനൊരു സുവിശേഷകനായ ദൈവം അവരിൽ കൂടെ ഇടപെടുമല്ലോ എന്നുള്ള ആത്മഭാരം. ഇന്ത്യയുടെ പല വിഷയങ്ങൾ, ഇന്ത്യയുടെ സംസ്കാരങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മീയ നിലവാരങ്ങളൊക്കെ തകർക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദർശനം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ കഴിയുന്നിടത്തോളം ഇവിടെ ശുശ്രൂഷിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലെ കുഗ്ഗാം വാഹനമില്ലാത്തവർക്കൊക്കെ കടന്നുപോയി അവിടെയൊക്കെ പോയി കർത്താവിന്റെ വേല ചെയ്യാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, എന്നെ വിടുവിച്ച ദൈവം, എൻ്റെ നിരാശ മാറ്റി, രോഗം മാറ്റി, ദുഃഖത്തെ മാറ്റിയ ദൈവം നിങ്ങളുടെയും ദുഃഖത്തെ മാറ്റി. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുന്ന, യേശുവിനെ യഥാർത്ഥമായി നിഷ്കളങ്കനായി ജീവിക്കുന്ന, ജീവിതത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് മറ്റൊരാൾ രക്ഷിക്കപ്പെടും. അപ്പോ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് പറയുന്ന സ്തോത്രം. ഇനി ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് തമിഴായതുകൊണ്ട് എനിക്ക് മലയാളത്തിലെ നമ്മൾ ആശയങ്ങൾ വ്യക്തമാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമിഴിലും മറ്റു ഭാഷകളൊക്കെയാണ്, തെലുങ്കിലൊക്കെയാണ് കൂടുതലും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വരുന്ന മാസങ്ങളിലൊക്കെ, വരുന്ന ആഴ്ചകളിലൊക്കെ തെലുങ്കില് ആന്ധ്രാപ്രദേശങ്ങളൊക്കെ കടന്നുപോയിട്ട് തെലുങ്ക് ഒക്കെ ശുശ്രൂഷിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ
ഞാൻ പറയട്ടെ, നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന യേശു എന്നെ രക്ഷിച്ചു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു. ഇത്രത്തോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു. യേശുവിനെ അറിയാത്ത ഗ്രാമങ്ങൾ യേശുവിനെ അറിയട്ടെ. അനേക സുവിശേഷകരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ ഇതുവരെ സഹായിച്ചു. ഇനിയും അങ്ങനെ സഹായിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അവസരം നിന്ന കർത്തദാസനും ആരംഭിച്ചിരിക്കും നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രദീപിന് പറയുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേരളത്തിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് വെളിയം പഞ്ചായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ ഒരു ബാല്യം, ഒരു മലയാളി ഇന്ന് മറുനാട്ടിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായ ആ അനുഭവങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മലയാളി എന്ന നിലയിൽ ഒരുപാട് പ്രയോറിറ്റികൾ, ഡിമാൻഡുകൾ ചില സന്ദർഭങ്ങളിലൊക്കെ പറയാറുണ്ട്, വയ്ക്കാറുണ്ട്. എന്നാൽ യാതൊരു ഡിമാൻഡുകളും ഇല്ലാതെ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി തീർന്ന ആ ഒരു ചരിത്രം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു മദ്യപാനിയുടെ മകനായി ജനിച്ച്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ച് വളർത്തപ്പെട്ട് ഒന്നുകിൽ ഒരു മദ്യപാനിയായി, അല്ലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി, അല്ലെ മറ്റേതെങ്കിലും നിലയിൽ ഒരു പൂജാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട്, ആരാധനയുമായി ബന്ധപ്പെട്ട് ആ നിലയിലൊക്കെ ജീവിച്ച് ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാമായിരുന്ന സ്ഥാനത്ത് നിന്ന് സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം അവസരമൊരുക്കി. സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ അവസരമൊരുക്കി. ദൈവത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ അവസരം കണ്ടെത്തി. പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുവാൻ ഇടയായി തീർന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതായ ഒരു വിളി ഉണ്ടായി. ആ വിളി ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ അങ്ങനെ അയക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയുടെ പരിണതഫലമായി ദൈവം അന്യ സംസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ബോർഡർ, ആന്ധ്രാപ്രദേശിന്റെ ബോർഡറിലേക്ക് ദൈവം അയക്കുന്നു. പിന്നത്തെ ചില വർഷങ്ങൾക്ക് ശേഷം രാജപാളയത്തിലേക്ക് ദൈവം മാറ്റി നടുവാൻ ഇടയായിത്തു. അവിടെ ദീർഘമായി 22 വർഷങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. അവിടുത്തെ ഗ്രാമങ്ങളിൽ, അവിടുത്തെ ജനങ്ങളുടെ നടുവിൽ അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ആ ദൈവ മനുഷ്യനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ തികച്ചും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നിലകളിൽ, വിവിധ മേഖലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ തലങ്ങൾ ദൈവം വിശാലമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ആമേന് ഇപ്രകാരം വേർതിരിച്ച് കർത്താവിനെ ഉയർത്തുവാൻ കണ്ടെത്തിയതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ദൈവം നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമാക്കി തീർത്തു, ഒരു പ്രചോദനമാക്കി തീർത്തു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ജീവിത നിലവാരം ഏത് നിലവാരത്തിൽ വ്യത്യസ്തമായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ, നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആമേൻ അത് അംഗീകരിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, വിശ്വസിക്കൂ. കർത്താവെ, ഞാനിതായി എന്നെ അങ്ങയുടെ കരങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അങ്ങനോട് സംസാരിക്കണമേ. ഈ സാക്ഷ്യത്തിലൂടെ അങ്ങനോട് ഇടപെട്ടതിനായ സ്തോത്രം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രദീപ് ചുരുക്കം വാചകങ്ങളിൽ ആമേനെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആരോമ്യ ടിവിയിൽ കൂടെ കർത്താവേ ഞങ്ങളെ ശ്രവിക്കുന്ന, കാണുന്ന കർത്തദാസന്മാർക്കായിട്ട്, ദാസിമാർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവവരെ സഹായിക്കണമേ. ഇങ്ങനെ ഒരു കർത്താവെ, ഒരു മീഡിയയിൽ കൂടെ യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം
ഞങ്ങൾക്ക് തന്ന വലിയ സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസൻ ഡാനിയൽ പാസ്റ്ററെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ കർത്താവെ ആരും അറിയാത്ത അനേകരെ, യേശുവിന്റെ സാക്ഷികളായിരിക്കുന്ന അനേകരെ സാക്ഷിയിൽ കൂടെ വേറൊരു സാക്ഷി ഉളവാക്കുവാൻ തക്കവണ്ണം അവർ കൊടുത്ത നല്ല ഈ ചാനൽ മീഡിയ മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവം ഇതിനെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ കർത്താവെ ഈ മീഡിയയിൽ കൂടെ അനേകർക്ക് കർത്താവെ വെളിച്ചമായി പകരപ്പെടുവാൻ ദൈവവരെ പ്രവർത്തനങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരെങ്കിലും കർത്താവ് യേശു ഇല്ലാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലവാരങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്ന, രോഗം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിടുതൽ പ്രാപിച്ച് പുറത്തു വരുവാൻ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തടസ്സങ്ങളെ മാറ്റി ഞങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും വിടുതലും ഈ ദിവസങ്ങളിൽ ദൈവം അവർക്ക് കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ത്യയിലുള്ള ലോകത്തെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അറിയാതെ ഒരു വ്യക്തി പോലും ഉണ്ടാകരുത്. കർത്താവെ, ദിവസങ്ങളിലെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവെ, അവരും അനേക സ്ഥലങ്ങളിൽ സാക്ഷിയായി തീരുവാൻ, ആരെല്ലാം ഇത് ശ്രമിക്കുന്നോ അവരെല്ലാവരും സാക്ഷിയായി തീരുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, കർത്താവെ നിന്റെ വരവിന് മുമ്പ് അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവെ ദൈവം എല്ലാവരെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ കഴിവുകൾ, താലന്തുകൾ ഏതുണ്ടെങ്കിൽ തന്നെ എല്ലാം ദൈവനാമ മഹത്വം വേണ്ടി പ്രയോജനപ്പെടുത്തി എല്ലാവരും ദൈവത്തിന്റെ കരുണയാലും അനുഗ്രഹത്താലും നിറയ്ക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എന്റെ അത്ഭുതങ്ങളെ ചെയ്യണമേ, എല്ലാ ജനത്തെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്റെ അളവിന് വേണ്ടുപോലെ പകർന്ന് അനുഗ്രഹിച്ചാട്ട. കർത്താവ്, ആരോഗ്യ ടിവിയുടെ പ്രവർത്തനങ്ങളെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലവും ആയുസ്സും ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്ത് ദൈവസന്നിധിയിൽ വളരെ ഉത്തമ സാക്ഷികളായി കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ തക്കോണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിച്ചാട്ടെ, പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ, കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാണ്. ഇവിടുത്തെ നാമം മഹത്വപ്പെടണം, ഞങ്ങളെ വരവനായി ഒരുക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവ്ദാസ പാസ്റ്റർ പ്രദീപ് അവറുകളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദയവായി കർത്താവ് ദാസിനെയും കുടുംബത്തെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടും. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങൾക്ക് അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.